നമസ്കാരം. കൃഷി ജാഗരന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇന്നത്തെ തത്സമയ പരിപാടിയിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര കിസാൻ ദിവസ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയാകുന്ന കർഷകരുടെ അധ്വാനത്തിനും പ്രയത്നത്തിനും ആദരവർപ്പിക്കുന്ന ദിവസം. ഇന്നത്തെ ദിവസം നമുക്കൊപ്പം തീർച്ചയായിട്ടും ഉള്ളത് മികച്ച കർഷകർ തന്നെയാണ്. അപ്പം ഇന്നത്തെ പരിപാടിയിൽ നമുക്കൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് കൃഷി ജാഗരൻ സംഘടിപ്പിച്ച MFOI 2024 വിജയികളായ കർഷകരാണ്. അതോടൊപ്പം തന്നെ കൃഷി ജാഗരന്റെ സ്ഥാപകനും എഡിറ്റർ ഇൻ ചീഫുമായ ശ്രീ MC ഡൊമിനിക്, എക്സിക്യൂട്ടീവ് എഡിറ്റർ ശ്രീ സുരേഷ് മുതുകുളം എല്ലാവരും നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദമായ സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ഡൊമിനിക് സാറിന്റെ വാക്കുകളിലൂടെ പരിപാടിയിലേക്ക് കടക്കാം. ഡൊമിനിക് സാർ. നമസ്കാരം. താങ്ക് യു. എല്ലാവരെയും വീണ്ടും ഇതിൽ കൂടെ കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന മാതിരി നമ്മളെ സംബന്ധിച്ചിടത്തോളം കർഷകനാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ആൾക്കാർ. അപ്പോൾ കർഷകനില്ലെങ്കിൽ കൃഷി ജാഗരണവും ഇല്ല, നമ്മളൊന്നുമില്ല. അപ്പോൾ കർഷകന് വേണ്ട സപ്പോർട്ട് അല്ലെങ്കിൽ അവന് കിട്ടേണ്ട ആത്മാർത്ഥമായ അംഗീകാരങ്ങൾ ഇത് എത്തിക്കുക എന്നുള്ളതാണ് കൃഷി ജാഗരനെ പറ്റി ഏറ്റവും കൂടുതൽ നമ്മൾ പരിശ്രമിക്കുന്നത്. ഇന്ന് നമ്മൾ ഈ കിസാൻ ദിവസിൽ കുറേ കാര്യങ്ങൾ മനസ്സിലിങ്ങനെ കണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ കർഷകരുടെ സഹായ സഹകരണങ്ങളാണ് നമുക്ക് ഏറ്റവും വലുത്. ഈ തവണ നമ്മളൊരു 10 ഹാഷ്ടാഗ് ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ളൊരു ഹാഷ്ടാഗ് നമ്മൾ ഉദ്ദേശിച്ചത്, നിങ്ങൾ എൻ്റെ പേര് നോക്കിയാൽ കാണാൻ ഞാൻ ചെറുതായിട്ടൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. FMR എന്നാക്കിയിട്ടുണ്ട്. FMR.MC ഡൊമിനിക്. ഈ FMR എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ തൊട്ട് ഫാർമേഴ്സിനൊരു വിസിറ്റിംഗ് കാർഡ് നമുക്കുണ്ടാക്കണം. അതിൻ്റെ അർത്ഥം ഫാർമർ MC ഡൊമിനിക് എന്നാണ്. ഒരു ഡോക്ടർ എഴുതാറുണ്ട് ഡോക്ടർ, അഡ്വക്കേറ്റ് എഴുതാറുണ്ട് അഡ്വക്കേറ്റ്. Why not a farmer get credit for his business that he or his profession? He is a farmer. So we thought we start highlighting a farmer as a farmer. Besides that, what we will be doing, when you write FMR, for example, CK Money, okay, after that we can, like a doctor writes child specialist or whatever the speciality they have, the same way, after comma you can write maybe organic farmer, organic, or maybe a tomato farmer, something like that. So we bring the identity of the farmer. It will take some time, because unless we take an initiative, nothing will happen. I think farmers നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് വന്ന് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്തു കഴിയുമ്പോഴേ നമ്മളെ അംഗീകരിക്കാൻ തുടങ്ങുള്ളൂ. ഇന്നലെ ആലോചിച്ച് നോക്കി, ഇന്നലെ അവിടെ ഫിലിം ഫെയർ അവാർഡ് ഇന്നലെ കേരളത്തിൽ നടന്നതിൻ്റെ TV നമ്മളത് കാണുമ്പോൾ എന്ത് സന്തോഷമായിരുന്നു. ഞാൻ അതാണ് ആലോചിക്കുന്നത്. അടുത്ത ദിവസം അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ രശ്മി മാഡവും മണിസാബും സിജോയും എല്ലാം ആ ലെവലിലേക്ക് വന്ന് നമുക്ക് ഒരു അംഗീകാരം ആ ലെവലിലേക്ക് കിട്ടുകയാണെങ്കിൽ എന്ത് സന്തോഷമായിരിക്കും. ഫാർമേഴ്സ് ആ ലെവലിൽ വരുന്നവരെ വരെ നമുക്ക് വർക്ക് ചെയ്യണം, അത് വരുകയും ചെയ്യും. പക്ഷെ അത് വരണമെങ്കിൽ നമ്മളെല്ലാവരും മുന്നോട്ട് വരണം. നമ്മൾ സൈലൻ്റ് ആയിട്ടിരുന്ന ആരും നമ്മളെ അംഗീകരിക്കാൻ പോകില്ല. പറയാറില്ലേ, കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറയുന്ന മാതിരിയാണ് നമുക്ക് പറ്റിയിരിക്കുന്നത്. എന്നാ വെച്ചാൽ നമ്മളൊരു ശക്തമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല, അതാണ് പറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളെ റിക്കഗ്നൈസ് ചെയ്യുന്നത്, നമ്മളൊരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കുമ്പോൾ നമുക്കൊരു പ്രൗഡ്, ഓക്കെ, ഐ എം എ ഫാർമർ, വി ഫീൽ ഇറ്റ് ആൻഡ് വി ഷുഡ് മേക്ക് അതേഴ്സ് ഓൾസോ ഫീൽ ഇറ്റ്. ഓക്കെ, ഹീ ഈസ് എ റെപ്യൂട്ടഡ് ഫാർമർ, ഹി ഹാസ് ഡൺ സം, എന്തോ ഒരു ഡിഫറൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ രീതിയിലേക്ക് നമുക്ക് വരണം. അതുപോലെ വേറെ ഒന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത് VVIF. നമുക്ക് ഇനി ഏത് പ്രോഗ്രാം ഉണ്ടായാലും അവിടെ നമുക്കൊരു കാർഡ് വേണം. VVIF, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫാർമേഴ്സ് ആണ് ഈ സമൂഹത്തെ നയിക്കുന്നത്. അവർക്ക് വേണ്ട റെക്കഗ്നൈസേഷൻ, അപ്രീസിയേഷൻ എന്തുകൊണ്ട് കിട്ടുന്നില്ല? അവർക്ക് ഇരിക്കാനായിട്ട് എവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായാലും അവിടെ വരുന്ന ഇമ്പോർട്ടൻറ്റ് ഫാർമേഴ്സിന് ഇരിക്കാനൊരു ഇരിപ്പിടം നമുക്ക് ഉണ്ടാക്കി എടുത്തിരിക്കണം. അത് നമ്മുടെ ഒരു ആവശ്യമാണ്. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഫാർമേഴ്സ് ഡേയിൽ നമ്മൾ പ്ലഡ്ജ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് കൃഷി ജാഗരൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ വേറൊരു കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ നമുക്കെല്ലാം ഫാമിലി ഡോക്ടർമാരുണ്ട്, ഇല്ലേ? അപ്പോൾ വൈ കാൻഡ് വി ഹാവ് എ ഫാമിലി ഫാർമർ? ആലോചിച്ച് നോക്ക്, നമ്മൾ നല്ല ഓർഗാനിക് ഫുഡ് ഉണ്ടാക്കി ഒരു ആൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ആരോഗ്യത്തിൻ്റെ 80% പ്രോബ്ലംസ് സോൾവ് ആണ്.
നമുക്ക് എല്ലാവർക്കും അറിയാം. നല്ല ആഹാരമാണ്, നല്ല വെജിറ്റബിൾ ആണ്, നല്ല ഫ്രൂട്ട്സ് ആണ് നമുക്ക് ആവശ്യം. അങ്ങനെ കൊടുക്കുന്ന ഒരാളെ നമ്മളൊരു ഫാമിലി ഫാർമറായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടൻ്റ് ആൾക്കാർ നമുക്ക് പറയുന്നത് ഇന്ന ഫാർമറിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് വെജിറ്റബിൾസ് വാങ്ങണം. എന്നാന്ന് വെച്ചാൽ അവൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്ന വെജിറ്റബിൾസ് ഇത്രമാത്രം പ്രയോജനമുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഗുണമുള്ളതാണ്. ഇത് ജനങ്ങൾക്ക് മനസ്സിലാകാൻ തുടങ്ങിയാൽ എനിക്ക് തോന്നുന്നത് നമുക്ക് വളരെ പ്രയോജനം ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫാമിലി ഫാർമർ എന്നൊരു കമ്പയിനും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് നമുക്കറിയാം, നമ്മൾ ഗ്ലോബൽ ഫാർമേഴ്സ് ബിസിനസ് നെറ്റ്വർക്ക് പ്ലാൻ ചെയ്തു. അതിലെനിക്ക് തോന്നുന്ന പലർക്കും അതിൽ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇന്നലെ ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കണ്ടു, നമുക്ക് ഈ സംഗതികൾ വേണം, എവിടെ കിട്ടും എന്നൊക്കെ ചോദിച്ചാൽ. അപ്പം ഇത് നമ്മൾ ഓരോ ഫാർമറും, ഞാൻ പറഞ്ഞ അതൊരു വിസിറ്റിംഗ് കാർഡിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ ബനാന ഫാർമർ, നമ്മൾ സീഡ്ലിങ്സ് കൊടുക്കും. ഇതൊക്കെ അതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ഏത് പ്രോഗ്രാമിൽ ചെന്ന് കഴിയുമ്പോഴും നമ്മുടെ ഒരു ഫാർമറിൻ്റെ വിസിറ്റിംഗ് കാർഡ് കൊടുത്ത് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റിനും ഉള്ള ചാൻസസ് വളരെയധികമാണ്. പിന്നെ നമുക്കറിയാം, നമ്മൾ വേറെ ഒന്ന് തുടങ്ങിയിരിക്കുന്നതാണ് FTJ, ഫാർമർ ദ ജേർണലിസ്റ്റ്. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ പിക്ക് ചെയ്ത് മുന്നോട്ട് പോവുക. നമ്മളത് മാക്സിമം പ്രൊമോട്ട് ചെയ്തിരിക്കും. ഫാർമേഴ്സിന് വേണ്ട എല്ലാ രീതിയിലുള്ള ബെനിഫിറ്റ്സും ചെയ്തിരിക്കും. ഈ തവണ നമ്മൾ കണ്ടു ഫാർമർ സ്റ്റാർ സ്പീക്കർ, ഡൽഹിയിൽ വന്നവരോ മിക്കവാറും കണ്ട് കാണാൻ നമ്മുടെ 3-4 സെക്ഷൻസ് ഉള്ളി ഫാർമർ ഇരുന്നാണ് നടത്തിയത്. ആ രീതിയിലേക്ക് എൻ്റെ ആഗ്രഹം, ഇനി അടുത്ത 2 വർഷത്തിനുള്ളിൽ നമ്മുടെ മില്ലിനിയർ ഫാർമർ ഓഫ് ഇന്ത്യ അവാർഡും അതുപോലെ നമ്മൾ വേറെ ഒരു അവാർഡും കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഫാർമർ ഓഫ് ദ ഇയർ അവാർഡ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാ വെച്ചാൽ, മില്ലിനിയർ അല്ലാതെ ചെറിയ ഫാർമേഴ്സിൻ്റെ ഏറ്റവും നല്ലോണം വർക്ക് ചെയ്യുന്നവരും ഓരോ വില്ലേജിലും അവരെ നമുക്കിത് വില്ലേജ് ഓഫ് ദ ഫാർമർ അവാർഡ് കൊടുത്ത് ആ വില്ലേജിൽ അവന് ഒരു സ്ഥാനം ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ എന്നാ വെച്ചാൽ, നമുക്ക് ഒരു തവണ നമ്മുടെ പേരിന് കളങ്കം വരുന്നതൊന്നും നമ്മൾ ഒരിക്കലും ചെയ്യില്ല. നമ്മൾ ബ്രാൻഡഡ് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയിടത്തിൽ നിന്ന് വരുന്ന എല്ലാ ആ രീതിയിൽ ബ്രാൻഡഡ് ആവും. അങ്ങനെ ബ്രാൻഡ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മുടെ സാധനങ്ങൾക്ക് വിലയും കിട്ടും, അപ്രീസിയേഷനും കിട്ടും, എല്ലാം കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ് ഇത്തവണ കൃഷിചാരം പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫാർമർ ദ ബ്രാൻഡ് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്. എല്ലാ ഫാർമറും അവൻ്റെ പേരിനോട് ചേർന്ന നമ്മളിപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഇപ്പോൾ എനിക്ക് സന്തോഷ് സാർ എന്താ കൃഷി ചെയ്യുന്നത്? സന്തോഷ് സാറ് സാർ മ്യൂട്ടാണ് കേട്ടോ. കാടം. അപ്പൊ ഇതൊക്കെ സന്തോഷ് സാറിന്റെ കാടം, സന്തോഷ് സാറിന്റെ പേരിൽ അറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആരെങ്കിലും കാടം എടുക്കണം എന്നുണ്ടെങ്കിൽ പറയുക, അയ്യ സന്തോഷ് കാടമാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്. എന്ന് വെച്ചാൽ അതിന് ക്വാളിറ്റി ഉണ്ട്, എന്ത് അവർ കമ്മിറ്റ് ചെയ്യുന്നു ആ രീതിയിലുള്ള കാർഡവുമാണ് നമുക്ക് കിട്ടുന്നത്. ആ സ്ഥിതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത്, സന്തോഷ് സാറിന് കാർഡമിൻ്റെ ഒരു കുറവും പറ്റില്ല. സന്തോഷ് സാറിന് അടുത്തുള്ള 10 ഫാർമേഴ്സിനോടും കൂടെ പറയാം, എനിക്ക് കാർഡം തരണം, എന്നാന്ന് വെച്ചാൽ എനിക്ക് ബിസിനസ് ഉണ്ട്. അപ്പോൾ സന്തോഷ് സാർ ആ കാർഡമിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ എല്ലാവരേക്കാളും കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാളായി മാറും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും, സിജോയ്ക്കും മറ്റേ മണിസാറിന് എല്ലാവർക്കും അവരവരുടെ പേരിലുള്ള കുറേ പ്രൊഡക്റ്റ് നമുക്ക് ഉണ്ടാക്കണം. നിങ്ങൾ കൃഷിയിടത്തിൽ നിന്ന് വരുന്നത് നിങ്ങളുടെ പേരിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ നമുക്ക് ബ്രാൻഡാക്കി കെട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും അതിന് അഭാവം ഉണ്ടാകില്ല, ബിസിനസ്സിന് അഭാവം ഉണ്ടാകില്ല. ഇത് നമ്മുടെ അനുഭവമാണ്. എനിക്ക് തോന്നുന്നത് എല്ലാവരും ഇത് എഗ്രി ചെയ്യുന്നു തോന്നണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എനിക്കറിയാം 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്ഥാനം മറ്റുള്ളവരുടെ മെയിൻ സ്ട്രീമിൽ വന്നിരിക്കും. പക്ഷെ അതിന് നമ്മളെല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് കുറച്ച് വർക്ക് ചെയ്യണം. നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ നമ്മളുമായിട്ട് കറസ്പോണ്ട് ചെയ്യണോ, സംസാരിക്കണോ, അതെല്ലാം പറയാം. നമുക്ക് ഇന്നൊരു ഗുണം എന്ന് വെച്ചാൽ, ഇന്ത്യയിലെ ഏത് കോർണറിലും നമ്മളറിയുന്ന കുറേ നല്ല ഫാർമേഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഫാർമേഴ്സുമായിട്ട് നമ്മളെല്ലാവരും നല്ല നെറ്റ്വർക്കിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു ബിസിനസ്സുകാരായി മാറും. അത് വരാത്തോടത്തോളം കാലം നമ്മൾ നമ്മുടെ ഇടയിൽ മാത്രം കിടക്കുക. അതുകൊണ്ട് നമുക്കൊരു പ്രയോജനം ഉണ്ടാവില്ല. നമുക്ക് മാക്സിമം ബിസിനസ് ഉണ്ടാക്കിയെടുക്കുക. ഞാൻ എപ്പോഴും പറയുന്നത്, കർഷകൻ അന്നദാത മാത്രമല്ല, അവനും പൈസ ഉണ്ടാക്കണം. അവനും ആഗ്രഹമുണ്ട് പലതും. അവൻ്റെ വീട്ടിൽ അവൻ്റെ ഫാമിലിയായിട്ട് അവന് ടൂർ പോകാൻ ആഗ്രഹമുണ്ട്. അവന് എല്ലാവിധ ലേറ്റസ്റ്റ് ആഡംബരങ്ങളും എല്ലാം അവനും അവകാശപ്പെട്ടതാണ്. അപ്പോൾ അതെല്ലാം വരണമെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്തേ നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം സ്ഥാപിക്കാൻ വേണ്ടി ഈ കിസാൻ ദിവസം തൊട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ ഒത്തിരിയും കാര്യങ്ങളുണ്ട്, നമുക്ക് സമയം കിട്ടുമ്പോൾ സൗകര്യം കിട്ടുമ്പോൾ സംസാരിക്കാം. അതുപോലെ ആകുന്നത്ര നമുക്ക് കൂട്ടായ്മകളിൽ കൂടെ മുന്നോട്ട് വരിക, അങ്ങും പരസ്പരം സഹായിക്കുക. എനിക്ക് നല്ല ഉറപ്പുണ്ട്, എസ്പെഷ്യലി കേരളത്തിലെ ഫാർമേഴ്സിന്
നമുക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം നമ്മൾ ഒത്തൊരുമിച്ച് വന്നാൽ നമുക്ക് നല്ലൊരു ബ്രാൻഡ് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിന് ഈ കിസാൻ ദിവസം ഒരു സ്റ്റാർട്ട് ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ പ്രോഗ്രാം മുന്നോട്ട് പോകേണ്ടതാണ്. നമ്മുടെ എന്നെ ഏറ്റവും കൂടുതൽ മലയാളത്തെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതും ഏറ്റവും പ്രൊമിനൻ്റ് ലെവലിൽ കൃഷിചാരം കൊണ്ടുപോകുന്നതും സുരേഷ് സാറാണ്. നമുക്കറിയാം, നമുക്ക് പല അവാർഡുകളും സുരേഷ് സാറും വഴി കൃഷിചാരം മലയാളത്തിന് കിട്ടുകയും കൃഷികാരൻ ഒരു പോപ്പുലർ പത്രികയായി ഇന്ത്യയിലെ മുഴുവനും മാസികകളിലെ ഏറ്റവും നമ്പർ 1 ഞാൻ പറയാം നമ്മുടെ മലയാളമാണ്. ആര് മലയാളം അറിയില്ലെങ്കിലും മേശയിൽ നിന്നോ അല്ലെങ്കിൽ ടേബിളിൽ നിന്നോ ആദ്യം പിക്കപ്പ് ചെയ്യുന്നത് മലയാളം മാഗസിനാണ്. അപ്പോൾ ആ ക്വാളിറ്റി നമ്മുടെ മാഗസിനുകളുമുണ്ട്, നമ്മുടെ ആൾക്കാരിലുമുണ്ട്. അത് നമുക്ക് ഇത്തവണ മുന്നോട്ട് ഒത്തിരിയും കൊണ്ടുവരാനായിട്ട് പരിശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഈ മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്ന ഒരു ഫാർമർ എന്ന നിലയിൽ ആ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുക. അത് ലോകം അറിയട്ടെ. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഞാൻ സുരേഷ് സാറിനോട് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യാണ്. വെൽക്കം സുരേഷ് സാർ. താങ്ക് യു സാർ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. ഇത് പ്രിയപ്പെട്ട എല്ലാ കർഷക സുഹൃത്തുക്കള്, എത്രയും പ്രിയപ്പെട്ട ഡൊമിനിക് സാറ്, അതിലേറെ പ്രിയങ്കരിയായ ലക്ഷ്മി, എല്ലാവരോടും ആദ്യം തന്നെ ഒരു നല്ല നമസ്കാരം. ഈ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ പരസ്പര ബന്ധമില്ലാത്തൊരു സമൂഹമാണ് മലയാളി സമൂഹം എന്ന് പറയുന്നത്. പലപ്പോഴും ഒരു കാര്യം പറയും, മറ്റൊരു തരത്തിൽ പ്രവർത്തിക്കും. പക്ഷെ അതല്ല, ഈ വാക്കും പ്രവൃത്തിയും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തെളിയിക്കാൻ ഏറ്റവും ശ്രമിക്കുന്ന ഒരു സംരംഭകനാണ് ഡൊമിനിക് സാർ എന്ന് ആദ്യം തന്നെ അങ്ങ് പറഞ്ഞു വെക്കുക. കാരണം അദ്ദേഹമായിട്ട് എനിക്ക് കഴിഞ്ഞ ഒരു 10 വർഷത്തിന് താഴെ പരിചയമുണ്ട്. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് മാസികയൊക്കെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, അഗ്രികൾച്ചർ വേൾഡ് പോലുള്ള. ഞങ്ങൾ തമ്മിൽ അടുത്ത് പരിചയമായിട്ട് കുറച്ച് നാളെ ആയിട്ടുണ്ട്. ഈ കർഷകന് വേണ്ടി നമ്മുടെ ഇവിടെ ഈ കൂട്ടത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കർഷക പ്രതിഭകളായ എല്ലാവർക്കും അറിയാവുന്നതാണ്, എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയാണ് സർക്കാരും അല്ലാതെ നമ്മള് സംസ്ഥാന സർക്കാരും ഒക്കെ ചെലവഴിക്കുന്നത്. ഈ ഡൊമിനിക് സാർ പറഞ്ഞ പ്രധാന പോയിന്റ്, ഈ കർഷകനെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പ്രധാനമായിട്ട് അവന്റെ കാർഷിക വൃത്തി അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ അവന്റെ ഉൽപ്പന്നങ്ങൾ ബ്രാൻഡ് ചെയ്യുന്ന ഒരു സംവിധാനം, ഫാർമർ ബ്രാൻഡിങ്. ഇപ്പൊ പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ന് സംസാരിച്ചു കേട്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി ഫാർമർ ബ്രാൻഡിങ്. കർഷകന്റെ ഉൽപ്പന്നങ്ങളെ, ഇന്നത്തെ കാർഷിക വിപണി വളരെ മത്സരാധിഷ്ഠിതമാണ്. ഓരോ ഉൽപ്പന്നവും പരമാവധി ഐദർ ഓർഗാനിക് ആക്കുക, അല്ലെങ്കിൽ കുറ്റവും കുറ തീർത്ത് തന്നെ അത് വിപണിയിൽ എത്തിക്കുക, അതിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ ഈ ഫാർമർ ബ്രാൻഡിങ്, ആ ഉൽപ്പന്നങ്ങൾക്ക് മത്സരാധിഷ്ഠിതമായ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഏറ്റവും ഉത്തമമായ മാർഗം ബ്രാൻഡിങ് ആണ്. നല്ല വില കിട്ടും. പിന്നെ ഈ ബ്രാൻഡിന് ഒരു ബ്രാൻഡ് ലോയൽറ്റി എന്ന് പറഞ്ഞൊരു സാധനം, ആ കർഷകന്റെ ഉൽപ്പന്നത്തിന്റെ വിശ്വാസ്യത, അത് വളരെ പ്രധാനമാണ്. പിന്നെ വളരെ ശക്തമായ ഒരു കസ്റ്റമർ ബേസ് കിട്ടും. ഇപ്പൊ തന്നെ കേരളത്തിൽ ഇങ്ങനെ ചില ഉൽപ്പന്നങ്ങളുണ്ട് നമ്മുടെ സുഗന്ധവിളകളുടെ കാര്യത്തിൽ. അതിൽ ഈ പങ്കെടുക്കുന്ന കർഷകർക്കും ഒക്കെ അറിയായിരിക്കും. ജാതിക്ക് അതിൽ കൊച്ചുകുടി ജാതി എന്നൊക്കെ പറഞ്ഞു ഇവിടെ വളരെ ഫേമസ് ആയിട്ട് ഒരു പരമ്പരാഗത കർഷക കുടുംബമാണ് കൊച്ചുകുടി നഴ്സറി എന്നൊക്കെ പറയും. അതുപോലെ തന്നെ കുരുമുളകിന്റെ കാര്യത്തിലുണ്ട്. അതൊക്കെ ഹൈറേഞ്ചിലെ ചില ആദ്യകാല കർഷകർ അവരുടെ ഉൽപ്പന്നങ്ങൾ വളരെ കരുതലോടെ പ്രത്യേക രീതിയിൽ അവരുടേതായ രീതിയിൽ കൃഷി ചെയ്ത് ബ്രാൻഡ് പിടിച്ച് അവർ സ്വന്തമായിട്ട് വിപണി കണ്ടെത്തി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ ഈ പറയുന്ന പോലെ സർക്കാരിന്റെ സേവനങ്ങൾ എത്രത്തോളം കിട്ടുന്നു എന്നുള്ളത് സംശയമുള്ള കാര്യം തന്നെ. പക്ഷെ എന്നാൽ പോലും ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് നടക്കുന്ന ഈ മില്യനെയർ ഫാർമേഴ്സ് ഓഫ് ഇന്ത്യ പുരസ്കാരങ്ങളുടെ ഭാഗമായിട്ട് ഇത്തരം ഒരു ആശയം, സത്യത്തിൽ ഒരു കർഷകൻ എന്തുകൊണ്ടൊരു മില്യനെയർ ആയിക്കൂടാ, അല്ലെങ്കിൽ ലക്ഷാധിപതി ആയിക്കൂടാന്ന് ഈ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ചോദിച്ച് ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. അങ്ങനെ ചോദിക്കാൻ തയ്യാറായത് കൃഷിജാഗരൻ മീഡിയ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്നാണെന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യം. സമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, എത്രയോ കോടീശ്വരന്മാരും ലക്ഷാധിപതികളും ഉണ്ട്. അവർ ജീവിതത്തിന്റെ പല തലങ്ങളിൽ വ്യാപരിക്കുന്നവരാണ്. പക്ഷെ ഒരു കർഷകൻ എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കൂടാ? ഇപ്പൊ ഡൊമിനിക് സാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു ജീവിതകാലം മുഴുവൻ മണ്ണിൽ അധ്വാനിക്കുകയും സ്വന്തം സുഖസൗകര്യങ്ങൾ മാറ്റിവെച്ച് സമൂഹത്തിന് അന്നം കൂട്ടാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുന്ന കർഷകന് കൊണ്ടൊരു സാധാരണ മനുഷ്യനെ പോലെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അവന്റെ കുടുംബത്തിനും ഉണ്ടാവും ആവശ്യം. പക്ഷെ ഈ ദുരിതങ്ങളിൽപ്പെട്ട് കഴിയുന്ന കർഷകൻ എന്തുകൊണ്ട് ഇതേക്കുറിച്ച് ചിന്തിക്കാൻ ഇത്രയും നാളൊരു അവസരം വന്നിട്ടില്ല. ഒപ്പം ഈ മില്യനെയർ ഫാർമർ ഓഫ് ഇന്ത്യ അവാർഡ് ഇത് എങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ കർഷകർ സ്വീകരിക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. കാര്യം
ഒരു ലക്ഷാധിപതി എന്നോ ഒരു ലക്ഷപ്രഭു എന്നോ ഒരു കോടീശ്വരൻ എന്നൊക്കെ പറയുമ്പോൾ സാധാരണ ജനങ്ങൾ അവരിൽ നിന്ന് എപ്പോഴും ഒന്ന് അകന്നു നിൽക്കാൻ ഒരു 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 അങ്ങനെ ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട്. ഒരു സാധാരണ ഇപ്പൊ ഒരു ചെറുകിട നാമമാത്ര കർഷകൻ, സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമർ, ഒരിക്കലും ഒരു മില്യണയർ ഫാർമറുമായിട്ട് താരതമ്യപ്പെടുത്താനോ അടുത്തു പോകാനോ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. അത് ഫാർമറുടെ കുഴപ്പമല്ല, മനുഷ്യ സഹജമായ ഒരു വികാരമാണ്. കാര്യം ഇപ്പം എം.എ. യൂസഫ് അലി എന്ന് പറയുന്ന ഒരു ലോകമറിയുന്ന കോടീശ്വരനായ മലയാളിയാണെങ്കിൽ അതല്ല ചെറിയ ആളുകൾക്ക് അദ്ദേഹമായിട്ട് അടുക്കാൻ ഒരു വൈഷമ്യം അല്ലെങ്കിൽ ഒരു വൈക്ലഭ്യം കാണും. എന്ന് പറഞ്ഞ പോലെ സമൂഹത്തിന്റെ ഏറ്റവും ഉന്നത തലത്തിൽ വിരാജിക്കുന്ന മില്യണയർ ഫാർമേഴ്സുമായിട്ട് ശരാശരി സാധാരണ കർഷകർക്ക് എങ്ങനെ പൊരുത്തപ്പെടാൻ കഴിയും? അപ്പൊ അദ്ദേഹം രണ്ടാമതൊരു പോയിന്റ് പറഞ്ഞു, ഈ വർഷം തൊട്ട് അങ്ങനെ ഒരു പുരസ്കാരമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു അംഗീകാരവും കൂടെ കൃഷിജാഗരൻ ആലോചിക്കുന്നു. കാര്യം ഏറ്റവും മികച്ച കർഷകൻ, അത് അഫ്കോഴ്സ് ഈ മാർജിനൽ ഫാർമറുടെ കൂട്ടത്തിൽ നിന്നാകാം, അല്ലെങ്കിൽ സ്മോൾ ഫാർമറുടെ കൂട്ടത്തിൽ നിന്നാകാം. ഒപ്പം തീർച്ചയായിട്ടും ഈ ചെറുകിട കർഷകനെ കണ്ടു പഠിക്കാവുന്ന ഒരു ഉത്തമ മാതൃകയാണ് ഈ ഇപ്പറഞ്ഞ ആൾ എങ്ങനെ മില്യണയർ ഫാർമർ ആയി. പക്ഷെ അതിന് വേറെ ഒരുപാട് ഘടകങ്ങൾ, അനുബന്ധ ഘടകങ്ങൾ വേണം. തീർച്ചയായിട്ടും അത്രയും കണ്ടെത്താനുള്ള ഒരു സ്ഥലം, കണ്ടെത്താനുള്ള ഒരു വൈഭവം, പുതിയ കൃഷിരീതികൾ അറിഞ്ഞത് അത് സ്വായത്തമാക്കാനുള്ള ഒരു കഴിവ്, മുതൽ മുടക്കാനുള്ള ഒരു ശേഷി. ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഇപ്പൊ കമേഴ്ഷ്യൽ ഫാമിംഗ് ഒക്കെ എടുത്താൽ തന്നെ വാണിജ്യ കൃഷിയിൽ പണം മുടക്കി തന്നെയാണ് പണം കിട്ടേണ്ടത്, അല്ല നമ്മൾ ചെറിയ തോതിൽ പറ്റത്തില്ല. പിന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഈ മില്യണയർ ഫാർമറോട് കിടപിടിക്കുന്ന പോലെ ബെസ്റ്റ് ഫാർമർ അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ഫാർമർ എന്നൊക്കെ പറയുന്ന രീതിയിൽ കഴിഞ്ഞ വർഷത്തെ പ്രത്യേകിച്ച് ഞാൻ ആദ്യത്തെ വർഷത്തെ MFOയുടെ ആ ഒരു മില്യണയർ ഫാർമേഴ്സ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രണ്ട് ഉത്തരേന്ത്യക്കാർ, അവര് വാസ്തവത്തിൽ എന്തൊരു ഇന്നോവേറ്റീവ് ടെക്നിക്സ് ആണ് അതുവഴി. എനിക്ക് തോന്നുന്നു കൃഷിജാഗരന്റെ ആ കവർ അവരുടെ 2 ചിത്രങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ആ ലക്കം പ്രസിദ്ധീകരിച്ചത്. പിന്നെ സമൂഹത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കൃഷിജാഗരൻ, മറ്റെല്ലാവർക്കും ലക്ഷാധിപതികളാകാമെങ്കിൽ നമ്മുടെ ജീവൻ നിലനിർത്തുന്ന സാധാരണ കർഷകൻ എന്തുകൊണ്ട് ലക്ഷാധിപതി ആയിക്കൂടാ? പക്ഷെ അവനെ അത് അംഗീകരിക്കാൻ, സമൂഹം അത് അംഗീകരിക്കുകയും കൂടെ വേണം. പിന്നെ പൊതുവായ ചില കാര്യങ്ങൾ അത് ഞാനൊന്ന് മെൻഷൻ ചെയ്ത് നിർത്താം, കാര്യം സമയപരിമിതി കാണുമായിരിക്കും. നിലവിൽ കർഷകൻ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ ടെക്നിക്കൽ നോഹോ ഇത്രയും ഡെവലപ്പ് ചെയ്തു എന്ന് പറയുന്ന കാലത്തും ഏറ്റവും പ്രധാനം കാലാവസ്ഥാ വ്യതിയാനം തന്നെയാണ്, നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ച് തന്നെയാണ്. അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. കാര്യം കർഷകന്റെ നമ്പർ 1 ശത്രുവാണ്, കർഷകന്റെയും കാർഷിക വിളകളുടെയും പ്രധാന ശത്രു ക്ലൈമറ്റ് ചേഞ്ച് ആണ്. പിന്നെ മറ്റൊരു പ്രധാന കാര്യം മാർക്കറ്റ് ഇന്റർവെൻഷന്റെ പോരായ്മകളാണ്, വിപണിയിൽ ഉണ്ടാകുന്ന കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിൽ സംഭവിക്കുന്ന അസ്ഥിരതയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളും കൂടെ നമുക്ക് അഡ്രസ് ചെയ്യാൻ കഴിയണം. എന്തായാലും ഈ ചർച്ചയിൽ ഇപ്പോൾ പങ്കാളികളായിരിക്കുന്ന എല്ലാ കർഷകരും കേരളത്തിൽ നിന്ന് പോയി ഇന്ത്യയുടെ തലസ്ഥാനത്തെത്തി കൃഷിജാഗരന്റെ ആതിഥേയത്വം സ്വീകരിച്ച് വളരെ ശ്രദ്ധ നേടിയ കർഷകരാണ്. ഇവർ ഓൾറെഡി ഇവിടെ തന്നെ നല്ല രീതിയിൽ കൃഷി ചെയ്യുന്നവരാണെന്ന് എനിക്കറിയാം. കാര്യം ഞാൻ കഴിഞ്ഞ ഒരു 10-30 വർഷമായിട്ട് ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആളാണ്. അതിലൊരു സുജിത്ത് എന്ന് പറഞ്ഞൊരു കർഷകൻ എന്നെ തന്നെ വിളിച്ചത്. സുജിത്തൊക്കെ അറിയപ്പെടുന്ന ഒരു ചേർത്തലയിലെ ഒരു വലിയ യുവ കർഷകനും കൂടെയൊക്കെയാണ്. സംസ്ഥാന സർക്കാരിന്റെ തന്നെ പലവിധ പുരസ്കാരങ്ങൾ ലഭിച്ചു കഴിഞ്ഞ ആളാണ്. അപ്പൊ ഇവരെയൊക്കെ കേരളത്തിൽ അംഗീകരിക്കുന്നത് പോലെ അല്ല രാജ്യ തലസ്ഥാനത്തെത്തിയ ഒരു അംഗീകാരം വാങ്ങിക്കും. അതിന് ഒരു വേറെ ഡയമെൻഷൻ. അപ്പൊ അതിനൊരു അവസരം ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ നിശ്ചയമായിട്ടും കൃഷിജാഗരന് അഭിമാനിക്കാൻ കഴിയുന്നതാണ്. അപ്പം ഞാൻ തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇത്രയും പറയാമെന്ന് വിചാരിക്കുന്നു. പിന്നാലെയുള്ള ചർച്ചകളിൽ പങ്കെടുക്കാം. ഈ ഒരു അവസരത്തിൽ തന്നതിന് വലിയ നന്ദി, സന്തോഷം. സുരേഷ് സാർ അവസരമല്ല, സാറ് ഞങ്ങൾക്കാണ് അവസരം തന്നത് കേട്ടോ. ഓക്കെ സുരേഷ് സാർ, അപ്പൊ ഞാൻ ഓർത്ത് നമ്മുടെ ഇടയിൽ ഒരു ലേഡി ഉണ്ട്. അപ്പൊ രശ്മി മാഡത്തിനോ നമ്മളെന്താ ആദ്യം നമുക്കൊരു 2 മിനിറ്റ് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ എല്ലാവർക്കും കുറച്ച് ഷെയർ ചെയ്ത് മുന്നോട്ട് വരാൻ പറ്റും. അപ്പൊ രശ്മി മാഡം, നമ്മൾ ഈ കൃഷി ജാഗരൻ ഉദ്ദേശിക്കുന്നത് ഈ ദിവസം കിസാൻ ദിവസ്, കിസാൻ കി ബാത്, കിസാൻ കി സാത്ത്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം രശ്മി മാഡത്തിന്റെ ആ സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് മാഡത്തിന്റെ മനസ്സിൽ ഇതിനെപ്പറ്റി പറയാനുള്ളത്? അൺമ്യൂട്ട് ചെയ്യണം.
ഓക്കെ. യെസ് യെസ്. എനിക്ക് പറയാനുള്ളത്, സമൂഹത്തിന് അന്നം തരുന്നവരാണ് കർഷകര്. അപ്പൊ സമൂഹത്തിൽ നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോൾ മായമില്ലാത്ത ഭക്ഷണം ആണല്ലോ കൊടുക്കേണ്ടത്. അത് വാങ്ങുന്ന ആൾക്ക് ഉത്തമ ബോധ്യം വേണം. ഞാനൊരു കർഷക എന്ന നിലയ്ക്ക് ഞാൻ കൊടുക്കുന്ന സാധനം നല്ലതാണെന്നുള്ളത്. അത് ചിലരും നല്ല രീതിയിൽ ചെയ്യാത്തത് കൊണ്ടാണ് കുറെയൊക്കെ നമുക്ക് മാർക്കറ്റ് കുറയുന്നത്. ഞാനിവിടെ നാടൻ പശു വളർത്തുന്ന ഒരു സംരക്ഷകയാണ്. 26 ഇനം പശുക്കളുണ്ട്. അത് ഓർഗാനിക് രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നു. അതോടൊപ്പം അതിന്റെ ചാണകം മൂത്രം ഉപയോഗിച്ചുള്ള ജൈവ കൃഷിയും ചെയ്യുന്നു. അങ്ങനെയാണ് ഞാൻ ഇവിടെ ജൈവ കൃഷിയിലൂടെ 20ഓളം പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് പൊതുസമൂഹത്തിൽ കൊടുക്കാൻ പറ്റുന്നത് വലിയൊരു നേട്ടമായിട്ട് കരുതുന്നു. അച്ഛാ, ലക്ഷ്മി മാഡത്തിന്റെ വെജിറ്റബിൾസ് ഏതെങ്കിലും ബ്രാൻഡിങ്ങിലാണോ പോകുന്നത്? അത് ബ്രാൻഡിങ്ങിൽ ആയിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞ ഒരു 19 വീട്ടുകാരുണ്ട്. അവര് വീട്ടിൽ വന്ന് തന്നെ വാങ്ങിച്ചു പോകുന്നു. അപ്പൊ വന്നു കഴിഞ്ഞാല് പാല്, മുട്ട, നെയ്യ്, പച്ചക്കറികള്, പഴങ്ങള് എല്ലാം വാങ്ങിച്ചു പോകും. അപ്പൊ അവര് ഒരാഴ്ചത്തേന് വന്ന് വാങ്ങി പോകാൻ പറ്റും. ഓക്കെ, അത് കുഴപ്പമില്ല. ഞാൻ പറയുന്നത്, ഇനി ലക്ഷ്മി മാഡം ഒരു ബ്രാൻഡ് ഇടുക, അതിനൊരു പേരിടുക, ഞങ്ങളെല്ലാം പ്രൊമോട്ട് ചെയ്യുക, ഞങ്ങൾക്ക് പറ്റുന്ന എല്ലാ രീതിയിലും. എന്നാ വെച്ചാൽ അതാണ് നമുക്ക് അടുത്ത 5 വർഷം കൂടെ നമുക്ക് കാണുന്ന നമ്മുടെ മില്ലിനിയർ ഫാർമേഴ്സ് അവരെങ്ങനെ ഒരു മില്ലിനിയർ ആകുന്നു, അവർക്ക് ഏത് സഹായ സപ്പോർട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് മാഡം ഒന്ന് ട്രൈ ചെയ്യുക. അതുപോലെ നമുക്കൊരു വിസിറ്റിംഗ് കാർഡും ഇനി മാഡം ഒന്ന് പ്രിന്റ് ചെയ്യാൻ നോക്കുക. അതൊക്കെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് നല്ല ഉറപ്പുണ്ട്. മാഡം ഒക്കെ ഇങ്ങനെ ചെയ്യുന്ന ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന് നല്ലൊരു റിസൾട്ട് വരും. നമുക്ക് ഒത്തൊരുമിച്ച് ചെയ്യാം. നമ്മൾ എല്ലാവർക്കും കൂടെ ഒരുമിക്കും കേട്ടോ. വലിയ സന്തോഷം കേട്ടതിന്. 20 വെജിറ്റബിൾസ് എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് ബ്രാൻഡായി കഴിയുമ്പോൾ അപ്പൊ കേരളത്തിൽ നിന്ന് മുഴുവനും അല്ല, ദുബായിൽ നിന്നൊക്കെ മാഡത്തിന് ഓർഡർ വരാൻ തുടങ്ങും. അപ്പോഴൊരു ബില്ലിനിയർ യൂസഫ് അലിയെ പോലെ ഒരു ഫാമിംഗ് ലേഡിയും അങ്ങോട്ട് വരും കേട്ടോ. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആശംസകളും മാഡത്തിന്. ഓക്കെ, ഞാൻ വേഗം ഓരോരുത്തരുടെ പേര് വിളിക്കാം. സന്തോഷ് സാറിനെ കേൾക്കട്ടെ. ചിലരൊന്നും പേരില്ല, അപ്പൊ ഞാൻ പിന്നെ മൊബൈൽ നമ്പറേ പറയുള്ളൂ കേട്ടോ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. സാറ്, ആദ്യമായിട്ട് ഡൊമിനിക് സാറിന്റെ പ്രത്യേക നന്ദി പറയുന്നു. കാരണം ഡൽഹിയിൽ വന്ന് ഇതിന്റെ അവാർഡ് വാങ്ങാൻ കഴിഞ്ഞു എന്നത് ഒരു ചെറിയ കാര്യമായിട്ടല്ല ഞാൻ കണ്ടത്. പക്ഷേ സാർ പറഞ്ഞ പല കാര്യങ്ങളും വളരെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും റിലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഏത് കാർഷിക ഉൽപ്പന്നമാണെങ്കിലും അത് ബ്രാൻഡ് ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനം. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത് കാടമമാണ്. പക്ഷേ കാടമത്തിൽ തന്നെ ഞങ്ങളുടെ തോട്ടത്തിലെ ഏലക്ക, ഞങ്ങളുടെ ഉൽപ്പന്നം കംപ്ലീറ്റ് 100% എക്സ്പോർട്ട് ക്വാളിറ്റിയിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് മുൻപ് ഒരു പ്രീമിയം പ്രൈസ് ഒക്കെ കിട്ടിയിരുന്നു. കാരണം പ്രത്യേകിച്ച് നമുക്ക് അറിയാം, ഏലത്തിന് കണ്ടമാനം രാസകീടനാശിനികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ അത് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ പല ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പം ഞങ്ങൾ തന്നെ തീരുമാനിച്ചു ഏതൊക്കെ പോയ്സൺസിനാണ് റെസിഡ്യൂ കൂടുതലെന്ന് മനസ്സിലാക്കിയിട്ട് അത്തരം കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഒഴിവാക്കി ഒരു 6-7 വർഷമായിട്ട് ഒരു മിനിമം റെസിഡ്യൂവൽ പോയ്സണിങ് ആണ് നമ്മുടേത്. വളരെ MR ലെവൽ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്ന അത്യപൂർവം ചില കെമിക്കൽസ് മാത്രമേ ഡിറ്റക്ട് ചെയ്യാൻ പോലും കഴിയുന്നുള്ളൂ. അത് വളരെ മൈന്യൂട്ട് ലെവലിൽ പറഞ്ഞാൽ അങ്ങനെയുള്ള ഈ ഗ്രീൻ ട്രയാങ്കിളിൽപ്പെട്ട കെമിക്കൽസ്, പിന്നെ മാക്സിമം ഓർഗാനിക് ആയിട്ടുള്ള കെമിക്കൽസ്, അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉൽപാദനം നടത്തുന്നത്. പക്ഷെ നമുക്കതിൻ്റെ നമ്മൾ അത്ര ഒരു ശ്രദ്ധയോടുകൂടി ഇത് ഉൽപ്പാദിപ്പിച്ചാലും നമുക്കതിനൊരു പ്രീമിയം പ്രൈസ് കിട്ടുക അങ്ങനെ സംവിധാനം ഇല്ല. കാരണം ഈ കണ്ടമാനം രാസവളമൊക്കെ വാരിയിട്ട് കണ്ടമാനം വിഷമൊക്കെ സ്പ്രേ ചെയ്ത് എങ്ങനെയെങ്കിലും കുറെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ഒരു ചിന്തയിൽ ആളുകൾ പോകുമ്പോൾ നമ്മൾ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് പോകുന്നത്. നമുക്ക് ഒരുപാട് ഉൽപ്പാദനം ഒന്നും വേണ്ട, ഒരു മിനിമം ആണെങ്കിലും മതി. പക്ഷെ ഉണ്ടാക്കുന്ന സാധനം ക്വാളിറ്റി ഉള്ളതായിരിക്കണം. അത് ഏത് വിദേശ രാജ്യത്ത് ചെന്നാലും റിജക്റ്റ് ചെയ്യപ്പെടരുത്. ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, എനിക്ക് പോലും ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നതായിരിക്കണം ഞാൻ പുറത്തേക്ക് കൊടുക്കുന്നത് എന്ന വിശ്വാസത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിന് നമുക്കൊരു പ്രീമിയം പ്രൈസ് കിട്ടില്ല. അതാണൊരു വലിയൊരു പ്രതിസന്ധി. സാർ പറഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ഒരു ബ്രാൻഡ് ചെയ്ത് കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഏലത്തെയൊക്കെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നം വെച്ചാൽ ഇത് വലിയ വില കൂടിയൊരു കമ്മോഡിറ്റിയാണ്. അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും ഇത് വിറ്റഴിക്കാൻ പറ്റില്ല. അത് വളരെ വാങ്ങുന്ന ആളും ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഒരു പർച്ചേസർ ആയിരിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിൽക്കുന്നത് മുഴുവൻ ത്രൂ ഓപ്ഷനാണ്. ഓപ്ഷനിലാണെങ്കിൽ പോലും ഞങ്ങളുടെ എസ്റ്റേറ്റിലെ ഏലക്ക കംപ്ലീറ്റ് ആയിട്ട് വാങ്ങുന്നത് എക്സ്പോർട്ടേഴ്സാണ് വാങ്ങുന്നത്. കാരണം അവർക്ക് 100% ഷുവറാണ്. കാരണം നമ്മുടെ സാധനത്തിനകത്ത് ഒരു വിഷമവും ഇല്ലായിരുന്നു. കാരണം അവർ പലപ്പോഴും ടെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാം അവർ പറഞ്ഞ സ്റ്റാൻഡേർഡിൽ കറക്റ്റായിട്ട് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നു ഒത്തിരി വർഷങ്ങളായിട്ട്.
പക്ഷെ നമുക്ക് അതിന്റെ പ്രീമിയം പ്രൈസ് കിട്ടുന്നില്ല. പിന്നെ ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് ഏലം എന്ന് പറയുന്നത് വളരെ വളരെ എന്താ പറയുക, വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. കാരണം ഈ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസം പോലും ഇതിനെ വല്ലാതെ ബാധിക്കും. കുറെ വർഷങ്ങളായിട്ട് നമുക്കറിയാം ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് ക്ലൈമറ്റ്, മൺസൂൺ പാറ്റേൺ എല്ലാം ആകെ മാറിയിരിക്കുന്നു. അപ്പൊ അതെല്ലാം വല്ലാതെ അഫക്ട് ചെയ്യുന്നുണ്ട്. വലിയ ട്രോട്ട്, വലിയ സിവിയർ ആയിട്ടുള്ള ഹെവി ആയിട്ടുള്ള റെയിൻ, അതൊക്കെ ഈ കൃഷിയെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇതിനെല്ലാം തരണം ചെയ്യണമെങ്കിൽ ഇനിയിപ്പോ എന്നാണ് ഇതെല്ലാം ഇതിന്റെ ഒരു ഭാഗമാണ്. ഇപ്പൊ ഈ ആഗോളതാപനം നമുക്ക് ഒഴിവാക്കാൻ പറ്റിയല്ലോ, ഇതെല്ലാം ഇതിന്റെ ഭാഗമാണ്. അപ്പൊ ഇതൊക്കെ പൊരുത്തപ്പെട്ട് ഒരു കൃഷി ചെയ്ത് മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ ഒരു സംവിധാനം ഞങ്ങൾ പലപ്പോഴും അതിന് നമ്മളിപ്പോൾ ഇറിഗേഷൻ കണ്ടീഷൻസ് എല്ലാം മാറ്റുക, നമ്മളുടെ ആ കൃഷി രീതികളിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുക, നമ്മുടെ ഷെയ്ഡ് റെഗുലേഷനിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തുക. അങ്ങനെ എത്രത്തോളം ഇക്കോ ഫ്രണ്ട്ലി ആയിട്ട്, എത്രത്തോളം സസ്റ്റൈനബിൾ ആയിട്ട് കൃഷി ചെയ്യാമോ എന്ന് നന്നായി ശ്രദ്ധിച്ച് ചെയ്യുന്ന ഒരു ഞങ്ങൾ ചെറിയൊരു ഗ്രൂപ്പ് അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഉള്ള പ്രതിസന്ധി ഇതാണ്, നമ്മൾക്ക് നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് ആനുപാതികമായ ഒരു റിട്ടേൺ നമുക്ക് അതിനകത്ത് നിന്ന് പലപ്പോഴും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്. കാര്യം കൃഷി ലാഭകരമല്ലെന്നല്ല, കൃഷി ലാഭകരമായിട്ട് തന്നെയാണ്. നമുക്ക് നഷ്ടത്തിന്റെ ഒരു കണക്കേ ഇല്ല. എപ്പോഴും നമ്മൾ ലാഭത്തിൽ തന്നെയാണ് ഓടിക്കുക. കാരണം എവിടെയൊക്കെ ചെലവുകൾ കുറയ്ക്കാവോ അതെല്ലാം കുറച്ച്, വളരെ അല്ലാതെ ഒരുപാട് ഉൽപ്പാദിപ്പിച്ച് വലിയ വില വാങ്ങി ലാഭം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് കൃഷി ചെലവുകളിൽ പരിമിതപ്പെടുത്തിക്കൊണ്ട് മാക്സിമം പ്രോഫിറ്റ് ഓറിയന്റഡ് ആയിട്ട് കൃഷി ചെയ്യുക, അത് സസ്റ്റൈനബിൾ ആയിട്ട് കൃഷി ചെയ്യുക, അതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയണ്ട സാർ, എനിക്കൊരു എമർജൻസി യാത്രയുണ്ട്. ഞാനൊരു കുറച്ച് അടുത്ത ഇനിയൊരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ ഞാൻ ഫുൾ ടൈം പങ്കെടുത്തോളാം. എനിക്ക് അതുകൊണ്ട് ഇന്നൊരു ലീവ് തരണം. എന്തായാലും ഒരു കുഴപ്പമില്ല. ഐ തിങ്ക് വി വിൽ കീപ് ഇൻ ടച്ച് വിത്ത് യു. ഒരിക്കൽ കൂടി ഇങ്ങനെ ഒരു അവസരം തന്നതിനുള്ള നന്ദി പറയുന്നു. സോ താങ്ക് യു എവരി. താങ്ക് യു സന്തോഷ് സാർ. അതുപോലെ തന്നെ നമ്മളൊരു കാര്യം നമ്മുടെ കർഷകരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മളൊരു ഫൗണ്ടേഷൻ ഫോം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, കൃഷിചാരൻ ഫൗണ്ടേഷൻ. ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, അപ്പം നമുക്ക് ഇവരുടെ പ്രഷറിൽ നിന്നും, കമ്പനികളുടെ പ്രഷറിൽ നിന്നും വെളിയിൽ വന്നിട്ട് ഫാർമേഴ്സിന് വേണ്ടി മാത്രം സംസാരിക്കാനുള്ള അവസരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം അതിൽ മുന്നോട്ടുള്ള സഹകരണങ്ങൾ നിങ്ങളിൽ നിന്ന് എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടാവും. നിങ്ങൾ പറയുന്നത്, നിങ്ങളുടെ ഗൈഡൻസ് നമുക്ക് എപ്പോഴും ഒരു ഉത്തേജനം തരും. അതുപോലെ സാറ് പറഞ്ഞ രീതിയിൽ, സാറ് നമ്മൾ തീർച്ചയായിട്ട് എങ്ങനെ ബ്രാൻഡ് ചെയ്യാൻ പറ്റും, എങ്ങനെ കർഷകന് പ്രൈസ് കൊണ്ടുവരാൻ പറ്റും, ഇത് നമ്മൾ ഇന്ത്യയിൽ തന്നെയല്ല ഗ്ലോബലി നമ്മൾ വർക്ക് ചെയ്യും. എന്താ വെച്ചാൽ സാറിന് അറിയാലോ, നമ്മൾ IFAJ ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് അഗ്രി ജേർണലിസത്തിലെ ഒരു മെമ്പറാണ്. അപ്പോൾ അവരെ നമ്മൾ ഈ തവണ ഡിസ്കഷന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗ്ലോബലി നമുക്ക് എത്ര നല്ലോണം ബ്രാൻഡ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ കേരളത്തിൻ്റെ പ്രൊഡക്ഷൻ നമ്മൾ ചെയ്തിട്ട്, എനിക്ക് തോന്നുന്നത് സ്ലോലി സാർ മറ്റേ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അത് എത്തും. അതിനുള്ള പരിശ്രമമാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്. അതിന് സാധിക്കട്ടെ. ഏലം എന്ന് പറയുന്നത് ഏറ്റവും, അതായത് നമ്മുടെ ലോകത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കാടകം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ തന്നെ 90% കേരളത്തിലാണ്. കേരളത്തിന്റെ 99% ഇടുക്കി ജില്ലയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്ര വളരെ ചെറിയൊരു ജിയോഗ്രഫിക്കൽ ഏരിയയിൽ നിന്നും ഇത്രത്തോളം ഗ്ലോബലി ഇത്രത്തോളം അക്സെപ്റ്റൻസ് ഉള്ള ഒരു സാധനം, അല്ലെങ്കിൽ ഇത്രത്തോളം ഡിമാൻഡ് ഉള്ള ഒരു സാധനം ഉത്പാദിപ്പിക്കുന്ന നമുക്ക് നമ്മുടെ സ്റ്റേറ്റോ അല്ലെ സെൻട്രോ ഒന്നും ഇതിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. കാരണം ഇത്രയും ഇങ്ങനൊരു കമ്മോഡിറ്റി ഇല്ല. കാരണം ലോകത്തെല്ലായിടത്തും ഉപയോഗിക്കുന്നു. പക്ഷെ ഇതിന്റെ ഉത്പാദനം എന്ന് പറയുന്നത് ലോകത്തിൽ 2 സ്ഥലത്തേ ഉള്ളൂ, ഒന്ന് ഗുവാട്ടിമാലയിലും ഒന്ന് ഇന്ത്യയിലും. ഇപ്പൊ മറ്റു പല രാജ്യങ്ങളും ശ്രമിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അത്രയും ക്വാളിറ്റി ഉള്ളത്, ഗുവാട്ടിമാലയ്ക്കൊന്നും നമ്മുടെ ക്വാളിറ്റി ഇല്ല. നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ക്വാളിറ്റിയാണ് നമ്മുടേത്. പക്ഷെ ഇതിനകത്ത് ആകെയുള്ള ഒരു പ്രശ്നം ഇതാണ്, ഈ പെസ്റ്റിസൈഡിന്റെ അമിതമായ ഉപയോഗമുണ്ട്. അത് കുറയ്ക്കാനായിട്ട് ശക്തമായ ശ്രമം നടത്തിയാൽ തീർച്ചയായിട്ടും കുറയും. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ അത് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവർക്കും കുറയ്ക്കാൻ പറ്റും. കാരണം ഞങ്ങൾ 30 ഏക്കറിൽ ചെയ്യുന്നവരാണ്, ഞങ്ങൾക്ക് കുറയ്ക്കാമെങ്കിൽ ഏതൊരാൾക്കും കുറയ്ക്കാം, ചെയ്യാം. പക്ഷെ ഈ രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി നമുക്ക് ഉണ്ടാവണം. അതില്ല, അതൊരു പ്രശ്നമാണ്. നമ്മൾ തീർച്ചയായിട്ടും വർക്ക് ചെയ്യും സാറേ. ഒരു ദിവസം വരും, അതിനൊരു സംശയവും ഇല്ല. ഓക്കെ, നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി നമുക്ക് സിജോ സാറിനെ കേൾക്കാം. സിജോ. നമസ്കാരം എല്ലാവർക്കും. കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? കേൾക്കാം. സാറേ, ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ്, തൃശ്ശൂർ കോർപ്പറേഷൻ ഏരിയയിലാണ് എൻ്റെ കൃഷിസ്ഥലം തന്നെ. എനിക്കൊരു പ്രത്യേകതയുള്ളത്, സ്വന്തമായിട്ടൊരു ഷോപ്പുണ്ട്. ഒരു 3 വർഷം മിച്ചമായി തൃശ്ശൂർ ടൗണിൽ തന്നെ എനിക്ക് നാടൻ വെജിറ്റബിൾസ് മാത്രമായിട്ട് ഒരു ഷോപ്പുണ്ട്. അതിലാണ് എൻ്റെ സാധനങ്ങളെല്ലാം തന്നെ ഞാൻ സെയിൽ ചെയ്യുന്നത്. അവിടെ പുറമേ നിന്ന് വരുന്ന ഒന്നുമില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങോ സബോള പോലും ഇല്ല, നാടൻ മാത്രമേ ഉള്ളൂ. 100% നാടൻ തന്നെയാണ്. ഇപ്പൊ ഈ അടുത്തായിട്ട് ഞാൻ മറ്റേ പൈനാപ്പിള് ഓർഗാനിക് ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ ഹോർമോൺ ഉപയോഗിച്ചിട്ടില്ല, മറ്റേ കൊല വരാനുള്ള ഹോർമോൺ ഉപയോഗിക്കാതെയാണ് അത് ചെയ്തിരിക്കുന്നത്. ആ പൈനാപ്പിളിന് എനിക്ക് ഇതുവരെ ഓർഡറിനനുസരിച്ചുള്ള കൊടുക്കാൻ സാധിച്ചിട്ടില്ല.
വൻ ഡിമാൻഡാണ് ആ പൈനാപ്പിളിന്. കാരണം അത് എന്തേരം കഴിച്ചാലും 1 കിലോ പൈനാപ്പിൾ നമ്മൾ ഒരാൾ കഴിച്ചാലും ഒരാൾക്ക് നാക്ക് ചൊറിച്ചിലോ അതിനുശേഷം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നാക്കിന്റെ രുചി പോകുന്നോ ഒരു പ്രശ്നങ്ങളോ എല്ലാവർക്കും ഒരുപാട് അലർജി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. സാധാരണ മാർക്കറ്റിൽ നിന്നുള്ള പൈനാപ്പിൾ വാങ്ങിച്ച് കഴിക്കുമ്പോൾ വീട്ടിൽ കൊണ്ടുപോയി ആ പൈനാപ്പിൾ മുറിക്കുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ തുമ്മലാണ്, ഒരുപാട് സൈഡ് ഇഫക്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഇത് കൊണ്ടുപോയി കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും ഇതുവരെ ഒരു കുഴപ്പം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ആ പൈനാപ്പിളിന് സാറ് പറഞ്ഞ പോലെ ഒന്ന് എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. ആ പൈനാപ്പിൾ ചോദിച്ചപ്പോൾ ആൾക്കാർ ക്യൂ ആണ്. എനിക്ക് ആവശ്യത്തിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിന് വില നിശ്ചയിച്ചിരിക്കുന്നത് ഞാൻ പറയുന്ന വിലയാണ്, അല്ലാതെ ഈ മാർക്കറ്റിലെ വിലയല്ല. അതിന് ഇതുവരെ ഒരാളും എൻ്റെ അടുത്ത് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. കാര്യം എനിക്ക് അതിൽ കുറച്ച് ലോസ് ഉണ്ട്, എല്ലാ പൈനാപ്പിളും ഒന്നിച്ച് കൊലക്കില്ല കിട്ടില്ല എന്നുള്ളത്. പക്ഷെ അത് വില കൂടുതലിന്റെ ഇതിലൂടെ ഞാനത് ഓവർകം ചെയ്തു പോകുന്നു. പിന്നെ ഒരു 15 വെജിറ്റബിൾസ് ഉണ്ട്, അതേപോലെ ഒരു 10 ഫ്രൂട്ട് ഐറ്റംസും ഉണ്ട്. ഫ്രൂട്ട്സിനാണെങ്കിലും വൺ ഡിമാൻഡാണ് എല്ലാ സാധനത്തിനും. ഉദാഹരണം പറഞ്ഞാൽ പേരയ്ക്ക, പപ്പായ, സപ്പോട്ട, സീതപ്പഴം, ആത്തപ്പഴം എല്ലാത്തിനും തന്നെ നല്ല ഡിമാൻഡാണ്. അപ്പോൾ സ്വന്തം ഷോപ്പും നേരിട്ട് മാർക്കറ്റ് ചെയ്യുന്നതാണ് എൻ്റെ വിജയമായിട്ട് ഞാൻ പ്രധാനമായിട്ടും കാണുന്നത്. അതുകൊണ്ട് എനിക്ക് കൃഷിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം ഇതുവരെ ഒരിക്കലും ഒരു തിരിച്ചുപോക്കോ കാര്യമായ ഒരു ബുദ്ധിമുട്ടോ ഇതുവരെ ഉണ്ടായിട്ടില്ല. നന്നായിട്ട് പോകുന്നു. ഇങ്ങനെ ഒരു അവസരം തന്നതിന് നന്ദി പറയുന്നു. താങ്ക് യു. സിജോ സാർ ബ്രാൻഡ് ആക്കിയോ? പേരെങ്കിലും ഏതെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇതിന്? പേര് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടി തുടങ്ങിയിട്ടുള്ള ഒരു കടയാണ് കേരള ഫാം ഫ്രഷ് എന്നുള്ള. അതേ ഇതിൽ തന്നെയാണ് ഞാനും തുടങ്ങിയത്. അവിടെ ഒരു വീക്കിലി മാർക്കറ്റ് ആയിട്ട് 2 ദിവസം ആദ്യം ഉണ്ടായിരുന്നു. കൃഷിഭവന്റെ ഇതിലാണ് തുടങ്ങിയത്. അതിനുശേഷം ഞാൻ സ്വന്തമായിട്ട് മാറിപ്പോയിട്ട് ഒരു ഷോപ്പ് തുടങ്ങുക ചെയ്ത്. അപ്പൊ ആ ഷോപ്പിന്റെ പേര് കേരള ഫാം ഫ്രഷ് എന്നാണ്. അത് ഇതിൽ തന്നെയാണ് പോകുന്നത്. ഓക്കെ. സാറിന് ആ ബ്രാൻഡ് നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അതല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൽ ഇപ്പൊ സാറ് തുടങ്ങിയതേ ഉള്ളൂ, തുടങ്ങി അവസാനം തൊട്ട് ഒരു ബ്രാൻഡിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞ എവിടുന്ന് ആൾക്കാർ വിളിച്ചാലും ഈ ബ്രാൻഡ് നമുക്ക് വേണം, അല്ലെങ്കിൽ ഈ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെടണം എന്നുള്ളൊരു പേരിലേക്ക് വന്നു കഴിയുമ്പോൾ ഇപ്പൊ സാർ ഉദ്ദേശിച്ചേക്കാൾ എനിക്ക് തോന്നുന്ന കൂടുതൽ വില കിട്ടുകയും തീർച്ചയായിട്ടും ആൾക്കാർ ആ ബ്രാൻഡ് ഷെയർ ചെയ്യാൻ തുടങ്ങുകയും ചെയ്യും. നമുക്ക് അതൊന്നും നോക്കട്ടോ. വലിയ സന്തോഷം. അച്ഛാ, കണ്ടിന്യൂ. ഓക്കെ, വെരി ഗുഡ്. നമ്മളെല്ലാവരും 2-3 മിനിറ്റ് സംസാരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. സോ മണിസാറിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. അൺമ്യൂട്ട് ചെയ്യണം മണിസാറെ. ഓക്കെ, സാറ് അൺമ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ. ഹലോ, കേൾക്കാമോ? കേൾക്കാം. യെസ് സാർ. അപ്പോ സാറ് ഞാന് എന്നെ ഒരു കർഷകനാക്കി മാറ്റിയതാണ് ആധുനിക ലോകം. കാരണം നമ്മുടെ എല്ലാം കൾച്ചർ അഗ്രിയാണ്. അഗ്രി ബിസിനസ് ആയപ്പോഴാണ് എന്നെ ഒരു കർഷകനാക്കി മാറ്റിയത്. കാരണം കർഷകൻ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തില് അന്നം ഉൽപ്പാദിപ്പിക്കുന്നവനായിരിക്കും. ആ അന്നം ഉൽപ്പാദിപ്പിക്കുന്ന അംഗീകരിക്കുന്ന ഒരു സമൂഹം ഇല്ലാത്തതാണ് ഇന്നത്തെ പ്രശ്നം. കർഷകൻ മെയിൻ പ്രശ്നം. നമ്മള് ഫാർമേഴ്സ് ആയിരിക്കണം ഫസ്റ്റ്. ജയ് ജവാൻ ജയ് കിസാൻ പറയും പോലെ ആദ്യം വരേണ്ടത് ജയ് ജവാനാണ്. കേരളത്തിലെ ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും ഭക്ഷണം ഉണ്ടാക്കിക്കൊടുക്കുന്ന കർഷകനാണ്. ആ കർഷകനെ അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിനെയാണ് ഇനി വേണ്ടത്. എന്നാൽ മാത്രമേ പുതുതലമുറ കൃഷിയിലേക്ക് ഇറങ്ങുകയുള്ളൂ. ഇപ്പോഴ് കൃഷി പഴയ കൃഷി ചെയ്യുന്നവർ മാത്രം അനുകരിച്ചു പോകാതെ പുതുതലമുറ കൃഷിയിലേക്ക് ഇറങ്ങണമെങ്കിൽ അവർക്ക് സമൂഹത്തിൽ ഒരു അംഗീകാരം വേണം. അംഗീകാരം മാത്രം മതിയോ പോരാ, അവന് വേണ്ടത് അവൻ ആദായം വേണം കൃഷിയിൽ. അതുപോലെ തന്നെ ആനന്ദം വേണം. അതോടൊപ്പം തന്നെ ഇതെല്ലാം കിട്ടുമ്പോൾ അവന് ആരോഗ്യം കൂടി ഉണ്ടാകും. അതാണ്. അപ്പൊ നമ്മളൊരു കൃഷിക്കാരൻ എന്ത് ചെയ്യണം? ഇപ്പോഴൊരു ആധുനിക കൃഷി വന്ന് ഇപ്പോഴ് ആന്ധ്ര ഒന്നെടുക്കുക. ആന്ധ്രയിൽ നെൽകൃഷിയായിരുന്നു, ഇപ്പൊ അവിടെ മത്സ്യകൃഷിയായി. കാരണം ഒരു കെമിക്കൽ ഇട്ടിട്ട് അവസാനം മണ്ണിന് ജീവൻ നഷ്ടപ്പെട്ടതിന്റെ കണ്ടീഷനാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങൾ നമുക്ക് വേണ്ടത് ജൈവ കൃഷി തന്നെയാണ്. ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും ജൈവ വളം അത് ഇടണം. ചെടിക്കല്ല വളം വേണ്ടത്. തെങ്ങിനും ചേനയ്ക്കും വാഴയ്ക്കും എല്ലാം വളം വേണ്ടത്. അത് നിൽക്കുന്ന മണ്ണിനാണ് ഊർജം വേണ്ടത്.
മണ്ണിന്റെ ഊർജം പറയുന്നത് മനുഷ്യന്റെ ഊർജമാണ്. മണ്ണിന്റെ ഊർജം എന്നത് സൂര്യപ്രകാശമാണ്. അത് സ്വീകരിച്ചു കൊടുക്കുന്നത് അതാണ് ഇപ്പൊ നമ്മുടെ ഡൽഹിയിൽ ഇപ്പൊ ഞങ്ങൾ പോയപ്പോ ഉണ്ടായിരുന്നില്ല പോപ്പിന് ആ ഒരു ഇത്. കാരണം കർഷകൻ എടുക്കുന്നത് മണ്ണിൽ നിന്ന് എടുക്കുന്നത് ഭക്ഷിക്കാൻ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയൊക്കെ തിരിച്ചു കൊടുക്കണം. അതിന് പകരം പഞ്ചാബിലും പിന്നെ ലൂധിയാനിലും ആ ഭാഗങ്ങളിലെല്ലാം ഗോതമ്പ് വയലുകൾ കത്തിച്ച് അതിന്റെ പൊല്യൂഷൻ മുഴുവൻ ഡൽഹി ജനത അനുഭവിക്കുന്നു. ഇത് അവരെ ബോധ്യപ്പെടുത്തി അത് ഭക്ഷിക്കാനുള്ള ഗോതമ്പ് എടുത്ത ശേഷം ബാക്കി വരുന്നത് പൊടിച്ചതേ മണ്ണിലേക്ക് കൊടുത്താൽ ഒരു വളവും വേണ്ട. ഞാൻ അങ്ങനെ ചെയ്യും. എൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത് മണ്ണിൽ നിന്ന് എടുക്കുന്നു, അത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ബാക്കി കംപ്ലീറ്റ് മണ്ണിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ പലതരം ജീവികളുടെ വിസർജനം കൊടുക്കുന്നു. അതേ തന്നെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് മീനിന്റെ വേസ്റ്റും ഇറച്ചിയുടെ വേസ്റ്റും. ഇതെല്ലാം ഞാൻ ഉബിക്കരി കൊണ്ട് ഡീഗ്രേഡ് ചെയ്ത് മണ്ണിലേക്ക് തിരിച്ചു കൊടുക്കുന്നു. അപ്പൊ നമ്മള് മണ്ണിലിപ്പോ എല്ലാം വിളയും. ഇപ്പൊ നമ്മുടെ കേരളത്തില് ചേന, ചേമ്പ്, കാച്ചില് എന്തേ വിളയുള്ളൂ. പിന്നെ കാച്ചില്, ചീനി, വാഴ ഇതേ വിളയുള്ളൂ. ബാക്കിയെല്ലാം ഉത്തരേന്ത്യക്കാരുടെ അല്ലെങ്കിൽ തമിഴ്നാട്ടിനപ്പുറമുള്ളവരുടെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് മലയാളികൾ. വേണ്ട, ഞാനത് 8 വർഷമായിട്ട് പരീക്ഷിക്കുന്ന ആളാണ്. നമ്മുടെ മണ്ണിൽ എല്ലാം വിളയും. ഇങ്ങനെ നമ്മുടെ മണ്ണിൽ എല്ലാം വിളയുന്നതിന് നമുക്കൊരു ഇത് വേണം, ആഗ്രഹം വേണം. നമ്മൾ വിചാരിച്ചാൽ നേടുന്നൊരു ഇത് വേണം. അപ്പോഴാണ് കർഷകനെ നമ്മൾ നല്ല രീതിയിൽ വിളയിക്കുക. അപ്പോഴാണ് ഉൽപ്പന്നത്തിന് വില കിട്ടുന്നില്ല എന്നാണ് അറിയുന്നത്. കാരണം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നത്തിന് മാന്യമായ വില കിട്ടാതെ വരുന്നു. അതിന് കാരണം ഒന്ന് നോക്കാം. നമ്മുടെ കൊഴിഞ്ഞാമ്പാറയിലെ തക്കാളിയാണ് കൂടുതൽ വരിക. 2 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റാത്ത വയലിൽ കൊണ്ട് കളയുന്നു. ഇത് സംരക്ഷിക്കാനുള്ള സംവിധാനമാണ് ആദ്യം വേണ്ടത്. ഉൽപ്പന്നം സംരക്ഷിക്കാൻ, കേടുകൂടാതെ സംരക്ഷിക്കാൻ. അതല്ല മണ്ടികൾ കൂട്ടിയിട്ട് നശിപ്പിക്കുന്ന രീതിയിലായിരിക്കും. അപ്പൊ കർഷകന്റെ ഉൽപ്പന്നം ഗവൺമെന്റ് മാന്യമായ വിലയ്ക്ക് വാങ്ങണം. എന്നിട്ട് മറ്റുള്ളവർക്ക് അതിന്റെ വില കുറച്ച് നമ്മുടെ എല്ലാ പാലിന് സബ്സിഡി കൊടുക്കുന്നു, പാല് ഉൽപ്പാദിപ്പിക്കുന്നു, മിൽമ സബ്സിഡി കൊടുക്കുന്നു. അതേപോലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നം മാന്യമായ വിലയ്ക്ക് വാങ്ങി അത് സാധാരണ ആൾക്കാർക്ക് സബ്സിഡി കൊടുക്കുകയാണ് വേണ്ടത്. അതാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ഉത്തരേന്ത്യയിലെ എല്ലാ പച്ചക്കറികളും ഞാൻ വിളയിക്കാറ് 8 കൊല്ലമായി. ഇപ്പൊ വെളുത്തുള്ളി നമ്മുടെ നാട്ടിൽ വിളയില്ല എന്ന് പറയും. ഞാൻ കാന്തല്ലൂരിൽ നിന്ന് വിത്ത് കൊണ്ടുവന്നിട്ട് കടമ്പനാട് മണ്ണിൽ കഴിഞ്ഞ വർഷം വെളുത്തുള്ളി വിളയിച്ചു. അതേപോലെ തന്നെ സവോള വിളയില്ല എന്നായിരുന്നു എല്ലാവരും തന്നെ. ഔറംഗാബാദിൽ നിന്ന് സവോള വിത്ത് വരുത്തി ഞാൻ നമ്മുടെ 1 ഏക്കർ വയലിൽ ഞാൻ വെളുത്ത സവോളയും സാധാ സവോളയും കിട്ടി. അതെല്ലാം നല്ല വിളവ് കിട്ടി. അപ്പോഴാണ് ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ് ഇതെല്ലാം നമുക്ക് നേരത്തെ സാറ് പറഞ്ഞ പോലെ നമുക്ക് ഒരു കാലാവസ്ഥ വ്യതിയാനമുണ്ട്. ആ കാലാവസ്ഥ വ്യതിയാനത്തിനനുസരിച്ച് നമ്മൾ പോകണം. നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിൽ സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ മുതൽ നമുക്ക് ഈ ശീതകാല പച്ചക്കറികളെല്ലാം വ്യവസായമായി കൃഷി ചെയ്യാം. അതിന് പകരം മണ്ണ് കംപ്ലീറ്റ് തരിച്ചിടുക. മണ്ണുള്ളവന് മനസ്സില്ല, മനസ്സുള്ളവന് മണ്ണുമില്ല എന്നുള്ള ചിന്താഗതിയാണ്. അപ്പോൾ തരിച്ചു കിടക്കുന്ന നിലങ്ങളെല്ലാം ഗവൺമെന്റ് ഏറ്റെടുത്ത് ചെറുപ്പക്കാരായ കർഷകരെ, ശുചിത്വ പോലുള്ളതും ഇതുപോലുള്ള കർഷകരെ ഏൽപ്പിക്കുക. അതിനുള്ള പ്രോത്സാഹനം ഗവൺമെന്റ് കൊടുത്ത് നമ്മൾക്ക് അന്യ രാജ്യങ്ങളിൽ നിന്നും ഒന്ന് ഇറക്കുമതി ചെയ്യാതെ തന്നെ സ്വയം പര്യാപ്തത നേടണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് എന്നെ ഇത്രയും സഹായിച്ചത്, എന്നെ എല്ലാ പ്രോത്സാഹനവും എനിക്ക് തന്നിരിക്കുന്നത് കൃഷിജാഗരൻ എന്നുള്ള പ്രസ്ഥാനമാണ്. അതിലെ കേരളത്തിലെ പ്രതിനിധി എന്നെ എപ്പോഴും വിളിച്ച് എനിക്ക് വേണ്ട നിർദ്ദേശം തരുമായിരുന്നു. എല്ലാം വേണ്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും എന്നെ സഹായിക്കുമായിരുന്നു. കർഷകരെ വിളിച്ചുകൂട്ടി എല്ലാം ചെയ്യുമായിരുന്നു. അതിന് പ്രത്യേകിച്ച് കൃഷിജാഗരന്റെ ഗ്രൂപ്പിന് ഏറ്റവും വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. താങ്ക് യു സാർ. വളരെ സന്തോഷമുണ്ട് സാർ പറഞ്ഞ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നത് സാറിനും നല്ലൊരു ബ്രാൻഡായിട്ട് ഈ പ്രൊഡക്ട്സ് എല്ലാം കൊണ്ടുവരാൻ പറ്റും. സാറിന് പ്രത്യേകത കേരളത്തിൽ ഇല്ലാത്ത പല വെജിറ്റബിൾസും സാറ് സ്വന്തം അവിടെ തെളിയിച്ചു കഴിഞ്ഞു അവിടെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഗുണമേന്മകളെ പറ്റിയുള്ള ഒരു റിസർച്ചും കൂടെ നടത്തിയതിന് ശേഷം എനിക്ക് തോന്നുന്നത് സാറിന് അത് വേണ്ട രീതിയിൽ കേരളത്തിൽ അതൊരു ബ്രാൻഡാക്കി കൊണ്ടുവരാൻ പറ്റും. അതിന് എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഇനി എനിക്ക് തോന്നുന്നത് രാഹുലിന് എന്തോ അത്യാവശ്യ പ്രോഗ്രാം ഉണ്ടെന്ന് ഇടയ്ക്ക് പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് രാഹുൽ ഇത് യങ് ഫാമർ നമുക്കൊന്ന് കേൾക്കാം. എന്താണ് രാഹുൽ ഉദ്ദേശിക്കുന്നത്, രാഹുലിന്റെ ആഗ്രഹങ്ങളൊന്ന് കേൾക്കാൻ ആഗ്രഹം. രാഹുൽ അൺമ്യൂട്ട് ചെയ്യൂ. രാഹുൽ അൺമ്യൂട്ട്. ഞാൻ ആദ്യം തന്നെ എന്റെ സ്റ്റാൾ ഒന്ന് കാണിച്ചു തരാം. ആയിക്കോട്ടെ. ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റാള് കേരളത്തില്
ചെയ്തിട്ടുണ്ടാവും. മഷ്റൂമിനെ പറ്റി മാത്രമായിട്ടുള്ള ഒരു സ്റ്റാളാണ്. അപ്പോ ഇതിന്റെ അകത്ത് ഒരു സെൽഫി പോയിന്റ് വെച്ചിട്ടുണ്ട്, ഐ ലവ് മഷ്റൂം എന്ന് പറഞ്ഞിട്ട്. ഓയിസ്റ്റർ മഷ്റൂം ഇവിടെയുണ്ട്. നമ്മൾ കുറെ പ്രൊഡക്റ്റുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. കൂണിന്റെ സത്തുകള്, എക്സ്ട്രാക്റ്റുകള്, ഡ്രൈ മഷ്റൂം പൗഡേഴ്സ്, ലാൻസ്മാൻഡ് ഒക്കെ ആയിട്ട് എക്സോട്ടിക് ആയിട്ടുള്ള മഷ്റൂംസിന്റെ ആണ്. പിന്നെ നമ്മള് പാൽക്കൂണ് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്, ഓരോ മഷ്റൂമിന്റെയും ഹെൽത്ത് ബെനിഫിറ്റ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മഷ്റൂം എന്ന് പറയുന്ന ഒരു കിങ്ഡം ആയിട്ട് നമ്മള് ലോകത്തിന് മുന്നിൽ ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന മനുഷ്യന്മാര് അല്ലെങ്കിൽ ഗ്രഹങ്ങളെ, അതുപോലെ മഷ്റൂമിന് വേറെ തന്നെ ഒരു കിങ്ഡമാണ്. കാരണം 50,000-ഓളം കൂൺ വർഗ്ഗങ്ങളുണ്ട്. അതിനൊരു വേറൊരു തലത്തിലേക്ക് ആൾക്കാരിൽ എത്തിക്കുക ഒരു സ്ട്രക്ചർ. പിന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇത് തല എന്റെ തന്നെ വെച്ച, വേറെ തല വെച്ചിട്ട് മോശമാക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് എന്റെ സ്വന്തം തല തന്നെ വെച്ചിട്ട്, അത് ബ്രെയിനിന് വേണ്ടിയിട്ട് ലാൻസ്മാൻ എന്ന് പറയുന്ന മഷ്റൂം, സ്ട്രെസ്സിന് റേഷി, എനർജി ലെവൽ കോഡിസെപ്സ്, അങ്ങനെ നമ്മളെ ശരീരത്തിൽ ലിവറിന് എന്താ വേണ്ടത്, ലങ്സിന് എന്താ വേണ്ടത്, കിഡ്നിക്ക് എന്താ വേണ്ടത്, സ്റ്റൊമക്കിന് എന്താ വേണ്ടത്, സ്കിന്നിന് എന്താ വേണ്ടത്, ഹാർട്ടിന് എന്താ വേണ്ടത്. മഷ്റൂം എന്ന് പറയുന്ന ഒരു മൈൻഡ്, ബോഡി, സോൾ, ഒരു ചെറിയൊരു ഇത് ആരും അങ്ങനെ ഇതുവരെ ചെയ്ത് കാണിക്കാത്ത ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തതാ SHF വേണ്ടിയിട്ട്. അപ്പോ സ്റ്റാളില് ഇവിടെ ഒന്ന് സെറ്റ് ആക്കിയിട്ട് ഇന്ന് നാട് വിടണം. NSSന്റെ ഞാൻ കാറിലിരിക്കാം, ഇവിടെ ഭയങ്കര സൗണ്ടാണ്. അതുകൊണ്ട് NSSന്റെ ക്യാമ്പുകൾ നടക്കുന്നുണ്ട്, ക്യാമ്പുകളിൽ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായി, 3 ദിവസമായി ഇവിടെ തന്നെ ക്യാമ്പിന് പോകേണ്ടതുണ്ട്. ഇവിടുന്ന് ഇതെല്ലാം സെറ്റ് ആക്കിയിട്ട് എനിക്ക് ചെയ്തു കൊടുക്കാൻ മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതൊക്കെ എന്താണെന്ന് ആർക്കെങ്കിലും വിവരിച്ചു കൊടുക്കാൻ, ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കൃഷി വകുപ്പിലെ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി അറിയില്ല. പല കൂണിന്റെ പേരും അവർക്ക് അറിയില്ല. അത് ചെറിയൊരു പ്രശ്നമല്ല. മേഡം എന്നോട് പറഞ്ഞത്, രാഹുലോ ശ്രീകാന്ത് ഇവിടെ ഇരുന്നിട്ടില്ലെങ്കിൽ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക, ആരാണ് ഇതൊക്കെ എന്താണെന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. മേഡം തന്നെ പറഞ്ഞ് രാഹുൽ ഒരു ക്ലാസ് കൊടുക്കണം, കൃഷി ഓഫീസർമാർക്ക് ഒരു ക്ലാസ് കൊടുക്കണം എന്ന്. അതായത് ഇതെന്താന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ് ഇതും കൃഷി ഓഫീസർമാർക്ക് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. അപ്പോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മളെ ഗൈഡ് ചെയ്യേണ്ട, അല്ലെ നമ്മളെ വളർത്തേണ്ട ഒരു വിഭാഗം എന്ന് പറയുന്നത് സർക്കാർ സംവിധാനമാണ്, അതിൻ്റെ അകത്തെ ഉദ്യോഗസ്ഥരാണ്. അവർക്ക് നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റില്ല, നമ്മൾ അവരെ ഗൈഡ് ചെയ്യേണ്ട അവസ്ഥ വരുമ്പോൾ പിന്നെ എങ്ങനെ കൃഷി വലുതാവുക? അതൊരു വലിയൊരു പോരായ്മയാണ്. പിന്നെ ഇതുപോലത്തെ ഉത്സവങ്ങള് ഇവിടെ ഇപ്പൊ വലിയ പൈസ ചെലവാക്കിയിട്ട് വലിയൊരു പരിപാടി നടക്കുന്നു. പക്ഷെ കർഷകർക്ക് വേണ്ടി ഒരു പരിപാടിയെങ്കിലും ഉണ്ടല്ലോ. അത് തന്നെയാണ് നമ്മൾ MFIയിലും കണ്ടത്. കർഷകർക്ക് വേണ്ടി ഒരു ദിവസം, കർഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മേള, അത് കർഷകർക്ക് കിട്ടുന്ന ഒരു അംഗീകാരം. ഇവിടെ പല പരിപാടികളും പല ഇതിലും പല വകുപ്പിലും, അല്ലെ ഇപ്പൊ എഞ്ചിനീയർമാരാകട്ടെ, അല്ലെ ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, അഡ്വക്കേറ്റ്സ് ആയിക്കോട്ടെ, അവർക്കൊക്കെ അവരുടേതായ സ്പേസുകളുണ്ട്. കർഷകർക്ക് ഒത്തുകൂടാനുള്ള സ്പേസുകൾ വളരെ കുറവാണ്. ചിങ്ങൊന്നിൽ മാത്രം ആദരിക്കുന്ന ഒരു വിഭാഗമായിട്ട് മാറിയിരിക്കുന്ന കർഷകർ. ഇപ്പൊ FMR എന്ന് പറയുന്ന ഒരു പേര് വരുമ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അത് വലിയ രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. FMR എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമായിട്ട് കാണുന്നില്ല. അത് ആദ്യം പണ്ട് ഞാൻ കൂൺ കൃഷി ചെയ്യാൻ തുടങ്ങുമ്പോൾ 40 രൂപയുടെ കൂൺ വിറ്റിട്ട് എങ്ങനെയാ കപ്പലിലെ പണിയും വിട്ടിട്ട് എന്ന് ചോദിച്ചിട്ട് പുച്ഛിച്ച ആ ഒരു സെയിം മനോഭാവത്തിലാണ് ഇപ്പൊ FMR മുമ്പിൽ പേര് വിടാൻ തുടങ്ങി എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ആദ്യം ചോദിക്കുക നാട്ടുകാര്. പക്ഷെ നമുക്കത് കുറച്ച് സമയം എടുത്താല്, ഞാൻ ഒരു 8 വർഷം എടുത്തു അത് നാട്ടുകാരെ കൊണ്ട് മാറ്റി പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ ഒരു ടൈം എടുക്കും, അതെന്തായാലും ഉറപ്പാണ്. പക്ഷെ ടൈം എടുത്താലും നമുക്കത് മാറ്റാൻ പറ്റുന്നത് ഇത് കഴിഞ്ഞ നമ്മളെ ഒരു മീറ്റിംഗിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുറെ പേര് സംസാരിക്കുമ്പോൾ സാർ എല്ലാവരും ആരോ സജസ്റ്റ് ചെയ്ത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചാണ് ഇത് നല്ലൊരു പരിപാടിയാണല്ലോ, നമുക്ക് എഴുതി തുടങ്ങിയാലോ. ഞാൻ എന്തായാലും നാളെ മുതൽ തന്നെ ഇനി ക്ലാസിന്റെ ഇതൊക്കെ കൊടുക്കുമ്പോഴേ പേരെന്താ കൊടുക്കേണ്ടത് FMR രാഹുൽ ഗോവിന്ദ് എന്ന് കൊടുക്കും. അപ്പൊ എന്താന്ന് ചോദിക്കും. അപ്പൊ അത് ഞാൻ പോസ്റ്റ് ഇടുമ്പോഴും, ഞാനൊരു പോസ്റ്റ് ഇട്ടാല് എന്റെ വാട്സപ്പിൽ മാത്രം 2000 പേര് കാണും സ്റ്റാറ്റസ്. ചോദിക്കട്ടെ എല്ലാരും, അന്നേരം പറഞ്ഞു കൊടുക്കാം നമുക്ക്. പക്ഷെ ഇത് കൊണ്ടുവന്നത് FMI ആണ് എന്നുള്ളത് നമുക്ക് എവിടെ ഇതാക്കാൻ പറ്റും എന്നുള്ളത് നോക്കണം. അത് നമ്മൾ തന്നെ ഒരു ഇതാക്കിയിട്ട് കൊണ്ടുവരണം. കാരണം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്
കൃഷി ജാഗരണം MFI ആണെന്നുള്ളതും കൂടി ഒന്ന് വരുത്താൻ കൂടി ചുമതല കൂടെ നമുക്ക് ഈ പേരിടുന്ന ആൾക്കാർക്ക് ഉണ്ട്. അതുകൂടി എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കുക. കാരണം അതുപോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ നമുക്ക് ഈ ഒരു പ്രോഗ്രാമിന് FMIക്ക് ഈ ഫേസ്ബുക്ക് ആയാലും ഇൻസ്റ്റ ആയാലും അതിനു വേണ്ടി മാത്രമായിട്ട് ഒരാളെ ഇരുത്തിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഒരു ക്യാമ്പയിൻ പോലെ ചെയ്യണം. കാരണം ഇവിടെ വന്നിട്ട് എല്ലാവരും തന്നെ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, ഒരുവിധം എല്ലാ പത്രങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ കാണുന്ന അവരുടെ പേജിലേക്കൂടെയും അവരിൽ കാണുന്നത്രയും ഫീഡ്ബാക്ക് നമുക്ക് നമ്മളുടെ പേജുകൾക്ക് കാണുന്നില്ല എന്നുള്ളതൊരു മാറ്റേണ്ട കാര്യമായിട്ട് പറയുന്നു. പോരായ്മയായിട്ടല്ല, മാറ്റി കൊണ്ടുവരേണ്ടത് ചുമതല ഈ അവാർഡ് വാങ്ങി വന്ന നമുക്ക് തന്നെയാണെന്നുള്ളത് എല്ലാവരും ഒന്ന് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമാണ്. അടുത്ത വർഷം ഇതിലും കൂടി നമുക്ക് ഗംഭീരാക്കാൻ പറ്റണം എന്നുള്ളതാണ് വീണ്ടും ഉള്ള ആഗ്രഹം. ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ട് സമയം ചെലവാക്കുന്നുണ്ടല്ലോ ഡൊമിനിക് സാറും ഈ ടീമും, അത് തന്നെ വലിയൊരു കാര്യമാണ്. ആർക്കും സമയമില്ലാത്ത ഈ സമയത്ത് നാട്ടിലെ കർഷകർക്ക് വേണ്ടി സമയം ചെലവാക്കുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. അതിന്റെ ആ ഒരു ഗൗരവം ബാക്കിയുള്ളവർക്കും വാങ്ങി വന്നവർക്കും ഉണ്ടാവണം എന്നുള്ളതാണ് ബാക്കിയുള്ളവരോടായിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോ നമുക്ക് ഇതുപോലെ ഒരു മീറ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പങ്കുവെക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനും, നേരത്തെ പറഞ്ഞ ഫൗണ്ടേഷൻ, അതൊക്കെ ഒരു പോസിറ്റീവായിട്ട് കാണുന്നു. കാരണം വേറൊന്നുമില്ല, നമുക്ക് വേറെ പലരേക്കും ഉള്ള ഒരു ബേസ്മെന്റ് നമുക്കില്ല സത്യം പറഞ്ഞാല്, കൃഷിക്കാർക്ക് എന്ന് പറയാം, എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് ആ പ്ലാറ്റ്ഫോം നമുക്ക് കിട്ടുമ്പോഴാണ് കൂടുതൽ എക്സ്പ്ലോർ ആവുന്നത് കർഷകരും. അപ്പോൾ ആ പ്ലാറ്റ്ഫോമുകൾ കൂടുതൽ ഗംഭീരാക്കാൻ വേണ്ടിയിട്ട് കൃഷി ജാഗരണം ടീമിനും പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ സുജിത്ത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, ചേർത്തല ഉണ്ടായിരുന്നു. ഈ FMR ഞാൻ പറ്റുമെങ്കിൽ ഇന്ന് വന്നാൽ കൃഷിമന്ത്രിയോട് കൂടി ഒന്ന് പറയുന്നുണ്ട്, ഓക്കെ ഇതൊന്ന് സെറ്റ് ആക്കണം. അപ്പോ പക്ഷെ അങ്ങനെ പറയുമ്പോഴേ ഇത് MFI കൊണ്ടുവന്നതായിട്ട് ഞാൻ എങ്ങനെ അവതരിപ്പിക്കണം, അത് ഏത് ലെവലിൽ വരുമെന്നുള്ളത് നമുക്ക് വീണ്ടും ഒന്ന് ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ബാക്കിയുള്ളവരുടെ സമയം കളയുന്നില്ല, ഞാനും ബാക്കിയുള്ളവർക്ക് വലിയ സന്തോഷം രാഹുൽ. അതുപോലെ തന്നെ രാഹുൽ അടുത്ത തവണ ഏതെങ്കിലും പ്രോഗ്രാം വരുമ്പം എനിക്ക് അവിടെ ഒരു VVIF റിസർവ്ഡ് ടേബിൾസ് വേണം. അവിടെ രാഹുലും സിജോയ് സാറും മണി സാറും എല്ലാം ഇരിക്കുന്ന ആ ഒരു സ്വപ്നമാണ് ഉള്ളത്. അത് കഴിഞ്ഞാലേ നമ്മൾ ഫൈറ്റ് ചെയ്യുക വരും. MFI നമ്മൾ തുടങ്ങിയപ്പം ഈ ലോകത്തിൽ ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്തില്ല. ഇന്ന് നോക്കിക്കേ, MFI നമ്മളെക്കാളും കൂടുതൽ ആൾക്കാർ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞ മതി FMR ഇറ്റ് വിൽ, VVIF വിൽ. നമ്മൾ ചെയ്യും, നമ്മളിത് കിട്ടണോടം വരെ നമ്മൾ വിടാൻ പോകുന്നില്ല, നമ്മൾ ചെയ്തിരിക്കും കേട്ടോ. വലിയ സന്തോഷം. ഓക്കെ, ഞാൻ പറയുന്നത് രാഹുൽ നോക്കിയപ്പം ആ ഫ്ലോട്ട് തന്നെ കാണിച്ചു. എൻ്റെ ആഗ്രഹം അടുത്ത തവണ നമ്മൾ MFIക്ക് അങ്ങനെ ഒരു പ്രോഗ്രാം ഇവിടെ ചെയ്താൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരണം. ഇതാണ് നമുക്ക് ആവശ്യം. നമ്മളിത് കംപ്ലീറ്റ് പ്രൊമോട്ട് ചെയ്യുക, നമ്മളെല്ലാവരും കൂടെയുണ്ട്. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇപ്പൊ നോക്കി, ഇന്നിവിടെ സംസാരിച്ച എല്ലാവരും യുണീക്ക് ആൾക്കാരാണ് അല്ലേ, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, ഞാനിനി സോറി, ലത്തീഫ് സാറും മോന കൃഷ്ണ സാറും വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേഗം അവരിലേക്ക് പോകാം. ഓക്കെ, അബ്ദുൾ ലത്തീഫ് സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്തൊന്ന് സംസാരിക്കുമോ സാർ? അപ്പോൾ സാർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം. ഹലോ. യെസ്. സാർ, MFI അവാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഡൽഹിയിൽ വരാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും ഡൊമിനിക് സാറിനും ഷൈനി മാഡത്തിനും ഒരു ബിഗ് സല്യൂട്ട്. അതുപോലെ തന്നെ കൃഷി ജാഗരന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്ന ലക്ഷ്മി മാഡത്തിന് എൻ്റെ ഒരു ഹൈ. ഞാൻ സർവീസിൽ ഉണ്ടായിരുന്ന ആളാണ്. നേരത്തെ കൊമേഴ്സ്യൽ ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിരുന്നു. റിട്ടയർ ചെയ്തതിന് ശേഷം കഴിഞ്ഞ 18 കൊല്ലത്തോളമായി ജൈവവൈവിധ്യ സംരക്ഷണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് കേരള സംസ്ഥാന ജൈവവൈവിധ്യ ബോർഡിന്റെ ഹരിത വ്യക്തി അവാർഡ് കഴിഞ്ഞ ഡിസംബർ 5-ാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് സ്വീകരിച്ചത്. അതുപോലെ ഔഷധ സസ്യ കൃഷിയിലും അവാർഡ് കിട്ടിയിട്ടുണ്ട്.
അക്ഷയശ്രീ അവാർഡ് എന്ന് പറയുന്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്. പരിസ്ഥിതി സംരക്ഷണ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്ക് വനം വകുപ്പിന്റെ തന്നെ വനം വകുപ്പിന്റെ തന്നെ അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, പ്രകൃതി മിത്ര അവാർഡ്. ഞാൻ പ്രധാനമായിട്ട് ഔഷധ സസ്യ കൃഷിയിലാണ്. ആദ്യഘട്ടത്തിൽ ഞാൻ വനവൃക്ഷങ്ങളായിരുന്നു ചെയ്തിരുന്നതെങ്കിൽ പിന്നീട് ഞാൻ അതൊരു കോമ്പിനേഷനായിട്ട് ഔഷധ സസ്യങ്ങളും പൂച്ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ച് പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യഘട്ടത്തിൽ ഇതൊരു കൊമേഴ്സ്യലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് കണക്കാക്കിയില്ല. കാരണം ഈ പരിസ്ഥിതി ദിനത്തിലും വനദിനത്തിലും ഒക്കെ സ്കൂളുകളിലൊക്കെ ഇതിന്റെ സീഡ്ലിങ്സ് ഫ്രീ ആയിട്ട് ഞാൻ വിതരണം ചെയ്യുമായിരുന്നു. അപ്പോൾ വാല്യൂ അഡീഷനെ കുറിച്ച് ഞാൻ സത്യമായിട്ട് ചിന്തിക്കുന്നത് കൂടുതൽ ഡൽഹിയിൽ വന്ന് പല സംരംഭകരുമായിട്ട് ഇന്ററാക്ട് ചെയ്തപ്പോഴാണ്. അതിൽ പ്രധാനമായിട്ട് ത്രിപാഠി എന്ന് പറയുന്ന ഒരാൾ ഛത്തീസ്ഗഡിലുള്ള അദ്ദേഹം മെഡിസിനൽ പ്ലാന്റ്സിൽ വളരെയധികം വിജയം കൊയ്ത ഒരു വ്യക്തിയായിട്ട് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹമായിട്ട് ഞാൻ ഇന്ററാക്ട് ചെയ്തു. അതുപോലെ വെറ്റിവറിനെ സംബന്ധിച്ച് തമിഴ്നാട്ടിൽ മാത്രം ഒറിജിനേറ്റ് ചെയ്ത ഒരു ഉൽപ്പന്നമാണെന്നുള്ളത് സത്യം പറഞ്ഞാൽ ഈ മീറ്റിങ്ങിൽ വന്നാണ് ഞാനത് മനസ്സിലാക്കിയത്. അതിലെ പല സംരംഭകരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടു. അതിന്റെ സീഡ്ലിങ്സ് എനിക്ക് കിട്ടി പലരിൽ നിന്നും. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു വലിയ അനുഗ്രഹമായിരുന്നു എനിക്ക് ഈ മീറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ ഡൊമിനിക് സാറിന്റെ ഈ ഡിവോഷൻ, ഈ കൃഷിയോടുള്ള അത് തീർച്ചയായിട്ടും ഞാനത് വളരെ ശ്ലാഘനീയമാണ്. പഴയ ആളുകളും ഈ മേഖലയിൽ മില്യനർ എന്നുള്ള ഒരു സങ്കല്പം, കാര്യം കൃഷി കൊണ്ട് സമ്പന്നമാകുക എന്നുള്ളത് തീർച്ചയാണ്. പക്ഷെ അതോടൊപ്പം കൃഷി ഒരു വികാരമാണ്. ചെറിയ ലെവലിലുള്ള ആളുകളെയും നമ്മൾ ഇതിനകത്ത് ഉയർത്തിക്കൊണ്ടുവരണം. മില്യനർ എന്ന് ചിന്തിക്കുമ്പോൾ ഒരു ചെറുകിട ലെവലിലുള്ള ആളുകൾ ചിലപ്പോൾ ഒരു ഡിസ്റ്റൻസ് ചെയ്യുന്ന ഒരു ഭാഗം അതിനകത്ത് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ സാറ് ചെയ്യുന്ന എഫർട്ട്, കൃഷിയിലെ അതിന്റെ മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്, ഇപ്പോൾ അങ്ങനെ ഒരു ട്രെൻഡാണ്. കാരണം വാല്യൂ അഡീഷനിലേക്ക് കാര്യങ്ങൾ വരണം. അതിനുള്ള ഒരു അവസരം ഈ കൃഷി ജാഗരൻ എന്നുള്ള ഈ പ്രസിദ്ധീകരണം, അതിലൊരു ഇംഗ്ലീഷ് പ്രസിദ്ധീകരണം ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പ്രസിദ്ധീകരിക്കുന്നുണ്ടോ സാർ? പ്രാദേശിക ഭാഷയിലല്ലാതെ ഇംഗ്ലീഷിലുണ്ടോ? അഗ്രികൾച്ചർ വേൾഡ്. ഞാൻ അവിടെ അതിന്റെ കോപ്പിയെല്ലാം നോക്കിയപ്പോൾ എല്ലാം ഹിന്ദിയിലും ആസാമി ഭാഷയിലും ഒക്കെ ആയിരുന്നു കണ്ടത്. തീർച്ചയായിട്ടും ഞാൻ വളരെ കൂടുതൽ പ്രചോദനം കാരണം ഈ മാസിക എനിക്ക് ഒരു നല്ല വഴികാട്ടിയാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ ഞാനും വളരെയധികം ലേഖനങ്ങൾ അതിലേക്ക് തരാം. കാരണം ഇവിടെ വനം വകുപ്പിന്റെ ഒരു പ്രസിദ്ധീകരണമുണ്ട്, അരണ്യം എന്ന് പറയുന്നത്. അതിലേക്കൊക്കെ ഞാൻ ലേഖനങ്ങൾ അയക്കാറുണ്ട്, ചില ചെടികളുടെയൊക്കെ പിക്യൂലിയാരിറ്റികളും ഒക്കെ. അപ്പൊ അങ്ങനെ ജൈവവൈദ്യ പ്രവർത്തനങ്ങളാണ് എൻ്റെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. എങ്കിൽ പോലും ഔഷധ സസ്യങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ ഉൽപ്പന്നങ്ങളാക്കി തീർച്ചയായിട്ടും മാർക്കറ്റ് ചെയ്യാൻ അത് സാറിന്റെ ഈ ജനജാഗരന്റെ ഒരു വേദി അത് എനിക്ക് സഹായമാകുമെന്ന് തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും സാറ്, നമ്മൾ എപ്പോഴും സാറിന്റെ കൂടെ ഉണ്ടാവും, സാറിന്റെ ഇനിഷ്യേറ്റീവ്സിന്. അതുപോലെ തന്നെ നമ്മൾ കൃഷി ജാഗരന്റെ അവാർഡ് ആയിരുന്നെങ്കിലും നിങ്ങൾക്കറിയാം, ഇത് നമ്മൾ ICAR-ഉമായിട്ട് ജോയിന്റ് ആണ് ചെയ്തത്. അപ്പൊ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലെല്ലാം ICAR-ന്റെ ലോഗോയും ഉണ്ട്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ ഒരു അപ്രൂവലും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ പ്രോഗ്രാമിന്. അത് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് സഹായകമാവും. ഓക്കെ, മോഹനം കൃഷ്ണ സാർ, ഐ ആം സോറി കേട്ടോ ഇച്ചിരി ലേറ്റ് ആയതിൽ സാറിലേക്ക് എത്താനായിട്ട്. ഓക്കെ, സാറിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഇനി. ഹലോ. യെസ് സർ, വി ക്യാൻ ഹിയർ യു. ബഹുമാനപ്പെട്ട ഡൊമിനിക് സാറ്, ലക്ഷ്മി മാം, അരുൺ സാർ, അതുപോലെ നമ്മളെ മണിച്ചേട്ടൻ, മറ്റവരൊന്നും എനിക്കറിയില്ല. മണിച്ചേട്ടനൊക്കെ ഡൽഹിയിൽ വന്നപ്പോഴാണ് പരിചയപ്പെട്ടത്. വളരെ നല്ലൊരു പരിപാടിയായിരുന്നു. അതിനൊരു അവസരം തന്ന കൃഷി ജാഗരനും അതിന്റെ മേധാവി ഡൊമിനിക് സാറിനും പ്രത്യേകം നന്ദി പറയാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. ഞാൻ ഒരു നെൽകർഷകനാണ്. 10-15 ഏക്കറോളം നെൽകൃഷി ചെയ്യുന്നുണ്ട്. സാധാരണ രീതിയിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. പൂർണ്ണമായും ജൈവ രീതിയിലല്ല. ഒരു കുറച്ച് രാസവളങ്ങളും കുറച്ച് ജൈവവളവും ഒക്കെ ആയി പ്രകൃതിക്ക് വലിയ ദോഷമില്ലാത്ത രീതിയിൽ, വലിയ കീടനാശിനികളൊന്നും ഉപയോഗിക്കാത്ത രീതിയിലാണ് നെൽകൃഷി ചെയ്യുന്നത്. ഇത് സപ്ലൈകോ നെല്ല് വാങ്ങിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ കൃഷി ചെയ്തു പോകാൻ കഴിയുന്നു. ഒരു മാന്യമായ ലാഭവും കിട്ടുന്നുണ്ട്. അതിനു പുറമെ ഞാൻ സുലഭ FPOയുടെ ചെയർമാനാണ്. അപ്പോൾ എൻ്റെ കീഴിലായി 350ഓളം ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്.
അവരെ കൊണ്ട് പലതരം കൃഷികളും ഞങ്ങൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. അവരുടെ പ്രോഡക്റ്റുകളെല്ലാം കളക്ട് ചെയ്ത് അത് നല്ലൊരു മാർക്കറ്റ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് ആ കർഷകർക്ക് അതൊരു വലിയൊരു പ്രയോജനം ലഭിക്കുന്നു. കർഷകർക്ക് സാധാരണ സംഘടനകളോ മറ്റൊന്നും ഇല്ലാത്തത് കൊണ്ട് അവരെ ഓരോരുത്തരും അവരുടെ ഇഷ്ടപ്രകാരം കൃഷി ചെയ്യായിരുന്നു. ഇപ്പൊ അവരൊക്കെ ഒത്തൊരുമിപ്പിച്ച് ഒരു 350 പേരെ ഒത്തൊരുമിച്ച് അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള ഒരു കാര്യം കൂടിയാണ്. അതിനു പുറമെ നമ്മളുടെ പ്രാദേശികമായി എടയൂർ മുളക്, ഞാൻ സാറിന് എന്റെ സാമ്പിള് കൊണ്ടാട്ടം അവിടെ വെച്ചിട്ട് തന്നിരുന്നു. സാർ അത് ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും എന്ന് കരുതുന്നു. വളരെ നല്ലൊരു സാധനമാണ്. ഞങ്ങൾക്ക് GI കിട്ടി, 2 വർഷമായി GI കിട്ടിയിട്ട്. അതിന്റെ എടയൂർ ചില്ലി ഗ്രോവേഴ്സ് അസോസിയേഷന്റെ സെക്രട്ടറിയാണ് ഞാൻ. അപ്പൊ അതിന്റെ ഓതന്റിക് യൂസറായിട്ട് സുലഭ FPO-നെ ഒക്കെ നൽകിയിരിക്കുകയാണ്. അപ്പൊ അത് പ്രൊമോട്ട് ചെയ്യുന്നതൊക്കെ ഇപ്പോ സുലഭ FPO ആണ്. അതിന് നല്ല മാർക്കറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. അത് പരിപൂർണമായും ജൈവ രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. പണ്ട് മുതലേ എല്ലാവരും ജൈവ രീതിയിലാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ വിതരണവും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കർഷകർക്ക് വേണ്ട സോളാർ ഡ്രയർ അതുപോലുള്ള അവർക്ക് അത്യാധുനിക കാർഷിക ഉപകരണങ്ങൾ മുഴുവൻ ഞങ്ങളുടെ FPO മുഖേന കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു കമ്പനി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് അവർക്ക് വർഷം ഡിവിഡൻഡ് കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കർഷകരെല്ലാം വളരെ ഹാപ്പിയാണ്. അതിനു പുറമെ ഞാൻ എൻ്റെ സ്വന്തമായ രീതിയിൽ നെൽകൃഷിയും ചെയ്യുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കൃഷിജാഗരൻ ഇങ്ങനെ ഒരു അവസരം തന്നതിന് പ്രത്യേകിച്ചും ഡൊമിനിക് സാറിനും അതുപോലെ പല പ്രാവശ്യം കോണ്ടാക്ട് ചെയ്യുന്ന ലക്ഷ്മി മാമിനും പിന്നെ ഞങ്ങളുടെ കൂടെ ഡൽഹിക്ക് വന്ന അരുൺ സാറിനും അതുപോലെ നമ്മളെ മണിച്ചേട്ടനും എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. വലിയ സന്തോഷം. അരുൺ സാർ എന്താ മ്യൂട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ, എന്താ പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളെ വന്ന കർഷകർക്കെല്ലാം നല്ല സന്തോഷമായിരുന്നു. ഓക്കെ. അപ്പൊ അവരെ ഇനി ബ്രാൻഡ് ആക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുവരണം. എന്നൊക്കെ പല പരിപാടികളും ഒരുമിച്ച് ചെയ്യണം. അടുത്ത തവണത്തെ MFIയും അതുപോലെ ഫാർമർ ഓഫ് ദ ഇയർ അവാർഡ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അത് എല്ലാ വില്ലേജിലും ഉള്ള ഒരു ഫാർമറിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കൊണ്ടുവരണം. ഓക്കെ, അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഫാമിലി ഫാർമർ എന്ന് പറഞ്ഞത് നിങ്ങളെല്ലാവരും ഒരു ഫാമിലി ഫാർമറായി മാറിയിരിക്കുന്നു. ഒരു ഫാമിലി ഡോക്ടറിന്റെ പേരിൽ നമുക്ക് ഫാമിലി ഫാർമർ ആണ്. ഞാനിപ്പോൾ രാഹുലിന്റെ ഓരോ മഷ്റൂമിന് ഓരോരോ ഗുണങ്ങളും കണ്ടപ്പോൾ ആലോചിച്ച് നോക്കുക, നമ്മളെ ഫാമിലി ഡോക്ടർ എന്നുള്ളത് ഫാമിലി ഫാർമറാക്കി മാറ്റിയെടുക്കാൻ എത്ര നല്ലൊരു ഇതാണ്. അത് വരും. നമ്മൾ കുറച്ച് പ്ലാൻ ചെയ്യണം. ഇപ്പോൾ രാഹുൽ പറഞ്ഞാൽ ആദ്യം കുറച്ച് വർഷത്തേക്ക് ആരും അക്സെപ്റ്റ് ചെയ്യില്ല, പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്യും. എന്നുവെച്ചാൽ അങ്ങനെയാണ് ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ വേഗം നമുക്കൊരു 5 മിനിറ്റ് ടൈമുണ്ട്. ആരെങ്കിലും എന്തെങ്കിലും വിട്ടുപോയി വേഗം പറയണമെന്നുണ്ടെങ്കിൽ 1 or 2 മിനിറ്റ് ഉപയോഗിച്ച് നമുക്ക് പറയാം. ആരെങ്കിലും പറയാനുണ്ടോ? രശ്മി മാഡം എന്തെങ്കിലും പറയാനുണ്ടോ? അൺമ്യൂട്ട് ചെയ്യണം. ശരി. സന്തോഷം, ഇന്നത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയ സന്തോഷം. വെരി ഗുഡ്. നമ്മൾ ഇനി ഒത്തിരി പരിപാടികൾ ഉണ്ടാവും. എല്ലാവരുടെയും സഹകരണം. ഓക്കെ. ഞാൻ ഇവിടെ എന്റെ നാട്ടിലുള്ള കർഷകരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അടുത്ത പ്രാവശ്യം അവരോടും അവാർഡിനൊക്കെ വെക്കാൻ പറയുന്നുണ്ട്. ഒത്തിരി നല്ല കർഷകരുണ്ട്. ഞാൻ വരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ നിന്നാണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ. അച്ഛാ, സിജോ സാർ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നോ? സിജോ സാറിനെ കിട്ടുന്നില്ല. അച്ഛാ, മണി സാർ എന്തെങ്കിലും പറയാൻ? സാർ മ്യൂട്ടാണ്. ഓക്കെ. അബ്ദുൾ സാർ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കിട്ടുന്നില്ല. ഓക്കെ, രാഹുൽ പറയൂ. ഇല്ല, ഞാൻ വെറുതെ ഒന്ന് എറണാകുളം ലത്തീഫ്ക്ക് മലയാളികളൊന്ന് വിളിച്ചത്, വേറൊന്നല്ല. എനിക്കൊന്ന് പറയാനുള്ളത് കേൾക്കാമോ? കേൾക്കാം. എനിക്കൊന്ന് പറയാനുള്ളത്, അടുത്ത തലമുറ ആരോഗ്യത്തോടെ ഇരിക്കണമെങ്കിൽ ഭക്ഷണം ഔഷധമാക്കണം, അല്ലെങ്കിൽ ഔഷധം ഭക്ഷണമാക്കേണ്ടി വരും എന്നുള്ള ചിന്തയോടുകൂടി ജൈവ കൃഷിയെ നമ്മുടെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക വേണ്ടത്. കാരണം മണ്ണ് നശിച്ചതോടുകൂടി മനുഷ്യൻ രോഗികളായി മാറി. അതിനുള്ള പ്രവർത്തനത്തിന് വേണ്ടി നമുക്ക് തീർച്ചയായിട്ടും അതിനൊരു പ്ലാൻ ഉണ്ട്. ആ പ്ലാനുമായിട്ട് നമ്മൾ മുന്നോട്ട് ഉടനെ വരും. എന്തായാലും നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം കേട്ടോ സാറേ. സാറിന്റെ സഹകരണം അതിൽ വലിയ സന്തോഷമായിരിക്കും. നമുക്ക് ഇനി എന്നാ വെച്ചാൽ 12:30 നമുക്ക് വേറെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഒന്ന് കൺക്ലൂഡ് ചെയ്യേണ്ടതുള്ളത് കൊണ്ട്
ഞാൻ സുരേഷ് സാറിനോട് പ്രോഗ്രാം കൺക്ലൂഡ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. സുരേഷ് സാർ. കേൾക്കാം സാറേ. എന്തായാലും ഒരു കാര്യം വളരെ സന്തോഷമുള്ളതാണ്. ഡൊമിനിക് സാർ ഈ MFOIക്ക് വേണ്ടി കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത് കൊണ്ടുപോയ കർഷകരെല്ലാം കർഷക പ്രതിഭകൾ തന്നെ. ഇവരിൽ പലരും പറഞ്ഞ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആ എടയൂർ മുളകൊക്കെ എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് മലപ്പുറം ജില്ലയിൽ. ഇവരെല്ലാം പ്രമുഖരാണ്. ഇവരെ അത്തരം ഒരു വേദിയിലേക്ക് ആനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. ഇത് തീർച്ചയായിട്ടും ഇവർക്കൊരു പുതിയ പ്രചോദനമാണ്. വരും വർഷങ്ങളിൽ ഇത് കൂടുതൽ ഭംഗിയായി സാറ് പറഞ്ഞതുപോലെ ഈ മില്യണയർ ഫാർമറോട് ഒപ്പം തന്നെ ഫാർമർ ഓഫ് ദ ഇയർ അല്ലെങ്കിൽ ഫാമിലി ഫാർമർ, ഇവർ ഈ ഒരു തലത്തിലേക്കൊക്കെ തന്നെ ഈ ഒരു പുതിയ സംരംഭം മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഇതിൽ പങ്കെടുത്ത എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും കൃഷി ജാഗരന് വേണ്ടി ഒരു സ്നേഹപൂർവമായ നന്ദി പ്രകാശിപ്പിക്കുവാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിച്ചുകൊള്ളുന്നു. നമസ്കാരം.